കുട്ടികൾ തീർത്തും ലോസ്റ്റ് ആണ്. പേരൻസ് പറയുമ്പോഴും ടീച്ചേഴ്സ് പറയുമ്പോഴും അതിനൊരു റിസൾട്ട് കാണുന്നില്ല. അധ്യാപകരെ ബഹുമാനിക്കപ്പെടണം, ഭയക്കേണ്ട കാര്യമില്ല. അധ്യാപകരും ഒരുപാട് ഭയന്നിരുന്നു. എനിക്ക് ഒരുപാട് മോശം എക്സ്പീരിയൻസസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ പഠിപ്പിക്കുന്ന സാറിനെ കളിയാക്കാം എന്നാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നത്. കുട്ടികളെ മനസ്സിലാക്കുക, കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. അല്ലാതെ കുട്ടികൾ ഒരു കാലത്ത് മോശക്കാരാണ്, ഒരു കാലത്ത് കുട്ടികൾ മോശമായിട്ടില്ല. ഈ ടോക്കിന്റെ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് പറയാനുള്ളത് സേവ് ദ ചൈൽഡ് എന്നാണ്. ഞങ്ങളിൽ എന്താണോ അതിനെല്ലാം കാരണക്കാരാ ടീച്ചേഴ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നീ കേട്ടാൽ മതി, നീ ബഹുമാനിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന കാലം പോയി. അതിനോട് പ്രസക്തിയില്ല. മാമിനോട് കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ എതിർത്ത് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്തം മാമിനോട് അങ്ങനെ പറയിരുന്നായിരുന്നു എന്ന് പറയുന്ന ഇപ്പോൾ ഒരാൾ എതിർത്ത് പറഞ്ഞു മാസായല്ലോ. എന്നെ ആ ടീച്ചർ ഒരാവശ്യമില്ലാതെ ഇന്ന് ചീത്ത പറഞ്ഞു അച്ഛ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ടീച്ചർ ചീത്ത പറയത്തില്ലോ, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് കാണുന്നാണ് തിരിച്ചു പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ പോലും എന്റെ കുട്ടിയെ ചീത്ത പറയാറില്ലല്ലോ. ഇതാണ് ഡയലോഗ്. ഇന്ന് സ്റ്റുഡൻസിനിടയിൽ പുതിയൊരു ഫാഷൻ ഉണ്ട്, ഞാൻ എത്തീസ്റ്റ് ആണ്. അതൊരു പുതിയ സ്റ്റൈലാണ്. അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷെ ആ കുട്ടിയോട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്ക് 1 അവർ ക്ലാസ് ആണെങ്കിൽ ഒരു 30-40 മിനിറ്റ്സ് ആകുമ്പോൾ കുട്ടികൾ പറയും മാതാപിതാക്കളുടെ ഇടയിലുള്ള ചില പ്രോബ്ലംസും ആ ഒരു ഫ്രസ്ട്രേഷൻ കുട്ടികൾ കോളേജിലായിരിക്കും കാണിക്കുന്നത്. എന്തെങ്കിലും ഞങ്ങളിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ. നമ്മൾ എങ്ങനെ പറയണം, ഇനി എന്ത് പറഞ്ഞാലാണ് ഇവരുടെ ഒന്ന് അറ്റൻഷൻ സീക്ക് ചെയ്ത് നിർത്തുക എന്നുള്ള ആ ഒരു ആങ്സൈറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വിജയത്തിന്റെ പടവുകൾ നടന്നു കയറിയിട്ടുള്ള ഓരോ വിദ്യാർത്ഥിയുടെയും പിന്നിൽ ഓരോ അധ്യാപകനുണ്ടാവും. അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇന്ന് മുറുകുന്നുവോ? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് മനസ്സ് പറയുന്ന കാര്യങ്ങൾ. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ഭാഗമാകുന്നത് ക്രിസ് വേണുഗോപാൽ, പബ്ലിക് സ്പീക്കർ. അദ്ദേഹത്തിന്റെ വേറിട്ട ഒരുപാട് മുഖങ്ങൾ നമ്മൾ കാണുന്നതാണ്. ശബ്ദത്തിലൂടെയും അഭിനയത്തിലൂടെയും എല്ലാം നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ്. അബി സുഹാന, ലൈഫ് ട്യൂട്ടോറിയൽസ് ചാനൽ അവതാരക. മാഡം ഗ്ലാഡിസ് ഷെറിൻ, കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കാക്കരയിലെ ടീച്ചറാണ്. ഡോക്ടർ അഭിജിത് കർമ്മ, നാച്ചുറോപ്പതിസ്റ്റ്. ഡോക്ടർ തോമസ്, മൗണ്ട് സിയോൺ എഞ്ചിനീയർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കടമനിട്ട. എല്ലാവർക്കും സ്വാഗതം. ക്രിസ് ചേട്ടാ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇന്നിപ്പം ഈ ഒരു അധ്യാപക കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം അത് വളരെ ഇങ്ങനെ മുറുകി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ? കുറേ കൂടെ സ്ട്രിക്റ്റ് ആവുന്നുണ്ടോ? എങ്ങനെയാണ് ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഹെവി ചേഞ്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ പുറകെ ഒരു ടീച്ചർ ഉണ്ടാവും എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐ വുഡ് സേ എൻ്റെ ഇന്നേ വരെയുള്ള ലൈഫിൽ 256 കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ട്. അത് ചെറുപ്പം തൊട്ട് ഉള്ള ആൾക്കാരായിരിക്കാം. അതിൽ നോട്ടബിൾ ആയിട്ടുള്ളത് അധ്യാപക ശ്രേഷ്ഠ അവാർഡ് കിട്ടിയിട്ടുള്ള സുരേഷ് കുമാർ സാറോ അല്ലെങ്കിൽ തോമസ് ജോസഫ് സാറോ അങ്ങനെ 1-2 ആൾക്കാരെ എടുത്തു പറയാനുള്ള അങ്ങനെയും ഉണ്ട്. അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ളൊരു വഴി കാണിച്ചു തരിക എന്നുള്ളതാണ്. ഇന്ന് അതിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെതിരെ കംപ്ലൈൻറ്റ്. അവർക്ക് ഞാൻ ഇനി ക്ലാസ് എടുക്കാൻ പോകണോ വേണ്ടേ എന്ന് ആലോചിക്കുന്ന ലെവലിലേക്ക് ശരിക്കും ടീച്ചേഴ്സിന് സ്ട്രെസ് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് വരുന്നത് വേറെ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. കാരണം പണ്ട് SSLC പാസ്സാവുക എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈഫിൽ ഏറ്റവും വലിയ കാര്യമാണ് SSLC പാസ്സാവുക എന്നുള്ളത്. ഇന്ന് SSLC പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു തമാശയ്ക്ക് പറഞ്ഞിരുന്നു, അതായത് അവിടെ പെയിന്റ് അടിക്കാൻ വന്നിരുന്ന ബംഗാളിയും പാസ്സായിരുന്നു. അപ്പൊ അത്രത്തോളം ലീനിയന്റ് ആയിട്ടുണ്ട്. ഇറ്റ് ഇസ് ഓപ്പൺഡ് അപ്പ്. ബട്ട് അതേസമയം അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ICSE, CBSE വേറെ കുറേ പുതിയ ഇത് വന്നു കഴിയുമ്പോൾ ദർ ഇസ് എ ക്ലിയർ കട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ മൊഡാലിറ്റീസ് പഠിക്കുന്ന ഓരോ ടൈപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ വ്യത്യാസമുണ്ട്. CBSE എടുത്ത ആൾ എൻട്രൻസ് എടുക്കും, ICSE എടുത്ത ആൾ വേറെ തിങ്കിങ്ങിലേക്ക് പോകും, SLC എടുത്ത ആൾ വേറെ പോകും എന്നെല്ലാം ആ ഡിഫറൻസ് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഓരോ സെറ്റ് ഓഫ് ടീച്ചേഴ്സും സെപ്പറേറ്റ് ആയി. ഇതെല്ലാം ഓരോ കമ്പാർട്ട്മെന്റലൈസ്ഡ് ആയി പോയി. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് സുരേഷ് കുമാർ സാർ എന്ന് പറയുന്നത് ഗുരുവാണ്. എനിക്ക് വഴി കാണിക്കുന്ന. ഇന്നും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ പോയി ഇരിക്കും. എടുക്കുന്ന സബ്ജക്ട് പഠിക്കാനല്ല, സാറിന്റെ അവിടെ നിന്ന് ഇരിക്കാൻ. അതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ഡിഫറെന്റ്. ഇപ്പൊ ഒരുപാട് നേരത്തെ നമുക്ക് സ്റ്റേറ്റ് സിലബസ് എന്നുള്ളത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പല CBSE വന്നു, ICSE വന്നു. ഇപ്പൊ ചേട്ടൻ തന്നെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട്. CBSE സ്റ്റുഡൻസ് ഇങ്ങനെ പോകുന്നു, IB ഉണ്ട്. ഇപ്പം അങ്ങനെ ടൂ മച്ച് ഓഫ് ഓപ്ഷൻസ് കുട്ടികൾക്ക് വന്നതും കൊണ്ടും കൂടിയാണോ ഇങ്ങനെ ഒരു അത് സ്ട്രെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ IB പഠിക്കുന്ന കുട്ടികളെല്ലാം പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അവർ സാധാരണയായിട്ട് ഒരു എക്സാം എഴുതാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. മേ ബി അവരുടെ ഇംഗ്ലീഷ് വളരെ നല്ലതായിരിക്കും. അവർ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു ചായക്കടയിൽ പോയി ചായ വേണം ചോദിക്കാൻ അറിയില്ല. കാരണം അവർക്ക് മാതൃഭാഷയോ അല്ലെങ്കിൽ മാതൃഭാഷയായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അവരൊരു ഇന്റർനാഷണൽ ബീയിങ് ആയിട്ട് മാറും. അവർ പിന്നെ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പാരന്റ്സിന് അങ്ങനെ മതി, അച്ഛനും അമ്മയും ഇല്ലാതായിട്ട് ഡാഡി മമ്മിയും മതി എന്നുള്ള അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാനത് ഡിഫറൻസ് പറയല്ല, പക്ഷെ അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസിന്റെ മകൻ സംസാരിക്കുന്ന അവർക്ക് മനസ്സിലാവില്ല, കാരണം അത്രത്തോളം ലാംഗ്വേജിൽ ഡിഫറൻസ് വന്നു. ഇവർക്ക് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ആ മകന് മലയാളം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അച്ഛനും അമ്മയും അമ്മയും മക്കളും തമ്മിൽ പോലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നു തുടങ്ങി. ബിക്കോസ് ഇവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ സ്കൂളിലാണ്, അവർ പഠിക്കുന്ന രീതിയിലാണ്. അവിടെയും എക്സ്പെക്ടേഷൻ കൂടി വരികയാണ്. ഈ വാ തുറന്നു കഴിഞ്ഞാൽ ഫ്ലോക്സിനോക്സിൻ ഹിലിബിലിഫിക്കേഷൻ പറയേണ്ട ആ ഒരു അവസ്ഥയിലാണ് കുട്ടികളുള്ളത്. ജനിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിലല്ല, നമ്മൾ കേരളത്തിലാണെന്നുള്ളത് മറന്നു. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഭാഷയും പഠിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എല്ലാം പോയി. അപ്പോൾ ശരിക്കും സ്റ്റുഡൻസിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്പെസിഫിക് ഗോൾസ് ആണ്. CBSE-കാർക്ക് വേറെ, ICSE-കാർക്ക് വേറെ, സ്റ്റേറ്റിന് വേറെ, ഇതൊന്നും അല്ലാത്ത IB വേറെ, ഇങ്ങനെ വേറെ ആയി. ടീച്ചേഴ്സിനും അതുപോലെ തന്നെ അങ്ങനെ ആയി തുടങ്ങി. അപ്പൊ ശരിക്കും ഒരു യൂണിഫിക്കേഷൻ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു ടീച്ചറിന്റെ അടുത്ത് ചോദിക്കട്ടെ, മാഡം കാർഡിനൽ സ്കൂൾ ടീച്ചർ ആണല്ലോ, എത്രയോ ഇയേഴ്സ് ആയിട്ട് മാഡം ഈ പ്രൊഫഷനിലുണ്ട്, മോർ ദാൻ 30 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ തന്നെ എത്രയോ ജനറേഷൻ കുട്ടികളെ മാഡം കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ മാഡത്തിന് തന്നെ അറിയാം, മാഡം കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ടീച്ചർക്കുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവുകയാണ്. ഒരു ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ, സബ്ജക്ട് ടീച്ചർ ആയിക്കോട്ടെ, ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധം. ഇന്നത്തെ കാലത്ത് ജെൻസി കിഡ്സ് യു ആർ ഹാൻഡ്ലിംഗ് അവരെ. സോ വാട്ട്സ് ദ ഡിഫറൻസ്? മാഡത്തിന് എങ്ങനെയാണ് അത് തോന്നുന്നത്? അതിനൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുകയാണെങ്കിൽ, ചിൽഡ്രൻ ആർ ദ സെയിം അന്നും ഇന്നും. പിന്നെ എവിടെയാ ഈ ഡിഫറൻസ് വന്നതെന്ന് വെച്ചാൽ, ഇപ്പോ പഴയ കാലത്ത് എൻ്റെ കരിയർ തുടങ്ങിയ കാലഘട്ടത്തിലെ കുട്ടികൾ നമസ്തേ ആയിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് കൈകൾ കൂപ്പി കുട്ടികൾ ടീച്ചറെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ല. ഒരു പക്ഷേ അത് ആ സ്കൂളിൻ്റെ പ്രത്യേകതയാണോ എന്ന് അറിയില്ല. എൻ്റെ കരിയർ തുടങ്ങിയത് എഴുപുന്ന സെൻറ്റ് റാഫേൽസ് ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ അന്ന് ടീച്ചറെ ഗ്രീറ്റ് ചെയ്തിരുന്നത് രണ്ട് കൈയും കൂപ്പി അവർ നമസ്തയാണ് പറഞ്ഞിരുന്നത്. അതൊരു സോൾ ടച്ചിങ് ഗ്രീറ്റിംഗ് ആണ്. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം. ഞാൻ ആ ഗ്രീറ്റിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് അതുകൊണ്ട്. ഇന്ന് കുട്ടികൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാലായി. ഞാൻ പറയാൻ വരുമായിരുന്നു, ഇന്ന് മിക്ക കുട്ടികളും ബോധേഡല്ല, വിഷ് ചെയ്യാൻ പോലും എൽഡേഴ്സിനെയും ടീച്ചേഴ്സിനെയും കണ്ടാൽ അല്ലേ ഒരു ഗുഡ് മോർണിംഗ് കിട്ടുമോ എന്ന് ടീച്ചേഴ്സായി ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണ് ടീച്ചർ അത് മാറിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എവിടുന്ന കുട്ടികൾ ഇതെല്ലാം? അതാ ഞാൻ പറഞ്ഞത്, കുട്ടികളെ നമ്മൾ ഒരിക്കലും ചിൽഡ്രൻ ആർ ദ സെയിം ദെൻ ആൻഡ് നൗ ആൻഡ് ഇറ്റ് വിൽ ബി ദ സെയിം ഫോർ എവർ, ബിക്കോസ് ഗാഡ് ഹാസ് ക്രിയേറ്റഡ്. ദൈവം കുട്ടികളെ ആ കുട്ടികളുടെ മനസ്സായിട്ടല്ലേ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 50 വർഷം എടുക്കുക, അല്ലെങ്കിൽ ഓക്കെ 50 വർഷം, എല്ലാ 25 വർഷം ഇസ് എ ത്രെഷോൾഡ് ഓഫ് ചേഞ്ച്. എവറി 25 years നമുക്കൊരു ചേഞ്ച് ഉണ്ട്. അതെവിടെയായാലും നമ്മൾ ഈ സൊസൈറ്റി ആവട്ടെ, ഫാമിലി ആവട്ടെ, എവിടെയും 25 years എന്ന് പറഞ്ഞാൽ എവിഡൻ്റ് ആയ ഒരു ചേഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ ടേക്ക് ദ ബാക്ക് ഒരു 50 വർഷം പിന്നോട്ട് നോക്ക്, എന്ത് വേണമെങ്കിലും നിങ്ങൾ കമ്പയർ ചെയ്തോളൂ. ഏറ്റവും എല്ലാം ചേഞ്ച് അണ്ടർഗോ ചെയ്തു. കയ്യിലിരിക്കുന്ന ഫോണാവട്ടെ, ഉപയോഗിക്കുന്ന വാഹനമാവട്ടെ, ഈവൻ ഉപയോഗിക്കുന്ന പെൻ ആവട്ടെ, എല്ലാം ചേഞ്ച് അണ്ടർഗോ ചെയ്തു എക്സെപ്റ്റ് ക്ലാസ് റൂം. അന്നത്തെ കുട്ടികൾ ഒരുപക്ഷെ സാറ് പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒപ്പം താമസിക്കുന്നു. അതിൽ നിന്നൊരു ചെറിയ ചേഞ്ച് വന്നു, സോഫിസ്റ്റിക്കേറ്റഡ് ആയ ക്ലാസ് റൂംസ്, ഹൈടെക് ആയ ക്ലാസ് റൂംസ്. ഇതല്ലാതെ എന്ത് ചേഞ്ചാ, ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിരിക്കുന്നത്. ഈ കുട്ടികൾ എങ്ങനെ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തു? അവർ സ്വയം അഡാപ്റ്റ് ചെയ്യാണ് ചെയ്തത്. മാറിക്കൊണ്ടിരുന്ന നമ്മുടെ സോഷ്യൽ സിസ്റ്റം, എവറിത്തിങ്, ഓൾ സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ കുട്ടികൾ തന്നെ അഡാപ്റ്റ് ചെയ്യുകയാണ്. സോ ഫ്രം ദ ഈ തുടക്കം മുതൽ, ഈ ടോക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് പറയാനുള്ളത് സേവ് ദ ചൈൽഡ് എന്ന. കുട്ടികൾ വളരെ സ്ട്രെസ്സിലാണ്. പക്ഷേ കുട്ടികളിൽ വരുത്തേണ്ട, അല്ലെങ്കിൽ കുട്ടികളെ അപ്ബ്രിങ്ങിങ് ചെയ്യേണ്ടത് പാരന്റ്സും ഈക്വലി ടീച്ചേഴ്സിന്റെയും രണ്ടുപേരുടെയും ഒരു ഡ്യൂട്ടി ആയിട്ടല്ലേ നമ്മൾ എല്ലാവരും പറയുന്നത്. അപ്പം കുട്ടികൾ ഇപ്പം മാഡം പറഞ്ഞ പോലെ അവർ വിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരിൽ അങ്ങനത്തെ ഒരു ഇതില്ല എങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി അത് ജനറേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അതൊരു സ്കൂളിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ? സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമാണെന്ന് ഞാനത് വിശ്വസിക്കില്ല. കാരണം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നും കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ, അന്ന് തുടങ്ങിയത് നമ്മുടെ ആ ഒരു റിലേഷനാണ്, സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻ. കുട്ടികൾക്ക് അന്ന് ടീച്ചർ എല്ലാമായിരുന്നു. നമ്മൾ പറയുന്നത് അവർ ഭയങ്കരമായിട്ട്, വീട്ടിൽ പേരൻസ് അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ പറയും, അല്ല എൻ്റെ ടീച്ചർ എന്നോട് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഒരു ഏജ് നമുക്കുണ്ടായിരുന്നു. പേരൻസ് പറയുന്നതല്ല ശരി, എൻ്റെ ടീച്ചർ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഒരു യുഗം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ മാറിപ്പോയെങ്കിൽ അവരുടെ കൊഗ്നിറ്റീവ് തിങ്കിങ്, സാറ്
ആ കൊഗ്നിറ്റീവ് എന്നുള്ള വേർഡ് എനിക്ക് തോന്നുന്നു വളരെ പ്രസക്തമാണല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് അത് ഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഒരു കുട്ടിക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ബിക്കോസ് ഓഫ് അവരുടെ ഈ സോഷ്യൽ സിസ്റ്റം. പോസ്റ്റ് പാൻഡമിക് ആണ് അത് ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് ഇമാജിനേഷനും അവരുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇവരെ റൂൾസ് പറഞ്ഞാലും അത് പേരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം മാമിൻ്റെ ചോദ്യം അതായിരുന്നു, സ്കൂള് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ലേ. ഈ റൂൾസ് അത് അവർക്ക് ഈ കൊഗ്നിറ്റീവ് തിങ്കിങ് അവിടെ വരുന്നില്ല. അവരുടെ എല്ലാം ലോസ്റ്റ്. കുട്ടികൾ തീർത്തും ലോസ്റ്റാണ്. എന്ത് ചെയ്യണം എന്നവർക്കറിയില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നറിയില്ല. ഇത് പേരൻസ് പറയുമ്പോഴും ടീച്ചേഴ്സ് പറയുമ്പോഴും അതിനൊരു റിസൾട്ട് കാണുന്നില്ല. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടി മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നതാണെന്ന്. അല്ല, അതിൽ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. പണ്ട് സ്കൂളിലെ ഫീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനേക്കാളും നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു നോമിനൽ ഫീ ആയിരുന്നു. ഇന്ന് പൈസ കൂടിയ സ്കൂളിൽ കൂടുതൽ ഫെസിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പൈസ കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിനകത്ത് ഒരു കൺസ്യൂമറിസം വരുന്നുണ്ട്. ഞാൻ തരുന്ന പൈസയല്ല നീ പഠിപ്പിക്കുന്നത്. ബിക്കോസ് എൻ്റെ ബാച്ച് വരെയുള്ള കുട്ടികൾ ഇന്നും സ്കൂളിലേക്ക് തിരിച്ചു പോകാനും ഞങ്ങളുടെ നൊസ്റ്റാൾജിയ ആഘോഷിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. അടുത്ത സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ കാണുമ്പോൾ സ്കൂളോ ദേ നോട്ട് ഈവൻ ബോതേർഡ്. കാരണം അവർ കൺസ്യൂമറിസം, കടയിൽ പോയി സാധനം വാങ്ങിച്ചു, ഞങ്ങൾ കഴിച്ചു, അത് ഞങ്ങളുടെ സാധനം. അപ്പൊ ആ ഒരു കൺസ്യൂമറിസം വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ അതിനെക്കാട്ടിലും ഒരു ടീച്ചറിനെ മ്യൂട്ട് ചെയ്യാനുള്ള കഴിവായി തുടങ്ങി. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചറിനെ മ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത ഗെയിം കളിക്കാൻ പോവാം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ കൺസ്യൂമറിസം കഴിഞ്ഞ് വെറും ഒരു യൂട്ടിലിറ്റി ആയി മാറി. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ടോയ്, അത്രയേ ഉള്ളൂ. അപ്പൊ ദിസ് വിൽ ബി എ സ്ട്രെസ് ഓൺ ദ ടീച്ചേഴ്സ് സൈഡ്. അവര് പഠിപ്പിക്കുമ്പോൾ അവരെ മ്യൂട്ട് ചെയ്തിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ് ചെയ്യാൻ നമുക്ക് വഴക്ക് പറയാൻ പറ്റില്ല. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ബിസി ആയിട്ടുള്ള കോർപ്പറേറ്റ് ലൈഫ് ജീവിക്കുന്ന അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി ഇവരെങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ ഈ സ്കൂളിൽ പൈസ കൊടുക്കുന്നവർ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തിയിട്ട് കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. സോ അപ്പോൾ ഈ കൺസ്യൂമറിസവും അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റേറിയൻ തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ആ ബോണ്ട് പോയി. ഇപ്പൊ ആ ബോണ്ട് ഇല്ല. നമ്മൾ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറൽ രീതിയും നമ്മൾ പറഞ്ഞു. സാർ ഇപ്പം കോളേജ് പ്രിൻസിപ്പൽ ആണല്ലോ. സാറിന് എന്താണ് ഇപ്പം കുറച്ചും കൂടെ ഇപ്പം വലിയ കുട്ടികളായി അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ് കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ പറയുമ്പോൾ അല്ലേ. അപ്പോൾ സാർ എങ്ങനെയാണ് ഇപ്പൊ എത്രയോ വർഷമായിട്ട് സാറും ഡീൽ ചെയ്യുന്നു? സ്റ്റുഡൻസിന്റെ ഈ പറഞ്ഞ പോലത്തെ ഒക്കെ തന്നെയാണോ അവിടെ നിന്നും സാറിന് കിട്ടുന്ന ഒരു? 2001 തൊട്ട് ഈ അധ്യാപന രംഗത്തുണ്ട്. ടീച്ചർ പറഞ്ഞൊരു കാര്യം, 2001 ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ കുട്ടികൾ സാർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഇത് 2001 കഴിഞ്ഞിട്ട് 2010 ആയപ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ് ഉണ്ട്, എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതായി. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായൊരു കുട്ടിയെന്ന് ഓപ്പോസിറ്റ് സാർ ഗുഡ് മോർണിംഗ് ഇങ്ങനായി ഗുഡ് മോർണിംഗ്. അപ്പം ഗുഡ് മോർണിംഗ് ലെവലിൽ ഞാൻ തന്നെ ആ കുട്ടി ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ 2001 വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ലെവല് ആകെ മാറിപ്പോയല്ലോ എന്ന്. പിന്നെ കുട്ടികൾ, നമ്മളൊരു മെയിൻ പ്രശ്നം അധ്യാപകർ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വിദ്യാർത്ഥി പെരുമാറണം. നമ്മുടെ പഴയ ചിന്താഗതിയിൽ തന്നെ വിദ്യാർത്ഥി ചിന്തിക്കണം. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് വിദ്യാർത്ഥി മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. ACBC എന്ന് പറഞ്ഞ പോലെ ബിഫോർ കോവിഡും ആഫ്റ്റർ കോവിഡുമായിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡ്രാസ്റ്റിക് ചേഞ്ച്. കാരണം ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതൽ സമയം കുട്ടികൾ, അത് ഈ കോവിഡിന് മുന്നേ വരെ ഫോണില്ലാത്ത കുട്ടികളും കോളേജിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫോണില്ലാത്ത കുട്ടികൾ കോവിഡ് ടൈം ആയപ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും ഫോണായി. അപ്പോൾ അവർ പിന്നെ അതിനകത്ത് കയറി പല അവർക്ക് കുറച്ചുകൂടെ സ്വാധീനം ചെലുത്തുന്ന ചില കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ ചില സ്വഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യകാലത്തുണ്ടായിരുന്ന റെസ്പെക്റ്റ് ഇപ്പം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അധ്യാപകരെ ബഹുമാനിക്കപ്പെടണം, പക്ഷെ ഭയക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ഭയന്ന് കഴിഞ്ഞാൽ അവരെ നമുക്ക് യാതൊരു ഔട്ട്പുട്ടും കിട്ടത്തില്ല. അവർ സംസാരിക്കത്തില്ല, ചിലപ്പോൾ നമ്മളോട് സംശയം ചോദിക്കത്തില്ല. കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യം വരും. പക്ഷേ ബഹുമാനിക്കപ്പെടണം, ഭയക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. എന്താണ് അഭി? ഞാൻ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ ഒരുപാട് ഭയന്ന് പോയിട്ടുള്ള, ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഒരുപാട് ഭയന്നിരുന്നു ഞാൻ. എനിക്ക് ഒരുപാട് മോശം എക്സ്പീരിയൻസസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഈ ടീച്ചേഴ്സിന്റെ ആ ഒരു സ്ട്രിക്ട്നെസ് കാരണം, കാര്യം ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിമാരിൽ ഒരാളെ ഞാൻ പോകാൻ നേരത്ത് തന്നെ പറഞ്ഞിരുന്നു, അത്രയ്ക്കൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതാണ് ഇതാണെന്ന് ഞാൻ കുറച്ച്
ഭയക്കണ്ടെന്നുള്ള രീതിക്ക് ഞാൻ വിട്ടതായിരുന്നു. അത് പിന്നെ ബഹുമാനം ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം ദർ ഈസ് എ സ്റ്റാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റെസ്പെക്ട് ആൻഡ് ഫിയർ. ആ ഒരു നമ്മൾ മുമ്പ് റെസ്പെക്റ്റിനെ കാണിച്ചിരുന്ന ഫിയറിലൂടെയായിരുന്നു. ഇറ്റ് വാസ് എൻ അതോറിറ്റേറിയൻ ഫിഗർ. ടീച്ചേഴ്സ് യൂസ് ടു ബി എൻ അതോറിറ്റേറിയൻ ഫിഗർ റാദർ ദാൻ പീപ്പിൾ ഹൂ ടീച്ചേഴ്സ്, പീപ്പിൾ ഹൂ ഷോ ദ വേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നൊസ്റ്റാൾജിക് രീതിയിലായിരുന്നു ആൾക്കാർ ആലോചിക്കുമ്പോൾ നമ്മളത് വിചാരിച്ചിരുന്നത്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇറ്റ് യൂസ് ടു ബി സോ ഫിയർഫുൾ. ടീച്ചേഴ്സ് യൂസ് ടു ബി സോ ഫിയർഫുൾ. പിന്നെ ആ ഒരു സംഭവം മാറ്റിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പം ആളൊക്കെയാണ്, നോ പ്രോബ്ലം, നോ വറീസ്. നമ്മുടെ ഒരു സിസ്റ്റത്തിന് നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ ടീച്ചർ അത്രയേ ഉള്ളൂ. നമുക്കുള്ള നമ്മുടെ സിസ്റ്റത്തിന്റെ ബേസിക് ഐഡിയാസ് മാതാപിതാ ഗുരുദൈവം. ഇതൊരു ഹയറാർക്കി എന്ന് പറയുന്ന ആൾക്കാരുടെ ഹയറാർക്കി അല്ല. ഒരു അമ്മയ്ക്ക് മാത്രമേ ആരാണെന്ന് അച്ഛൻ എന്ന് പറയാൻ പറ്റൂ, വേറെ ആർക്കും പറയാൻ പറ്റില്ല ഇൻ ഓൾ സെൻസസ്. അതേപോലെ ഒരു അച്ഛന് മാത്രമേ ആരാണ് നിന്റെ ശരിയായ ഒരു ഗുരു എന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഹി നോസ് ലൈഫ് കാണുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട്. ആ ഗുരുവിന് മാത്രമേ ദൈവം എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്നാണ്. ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള വഴി കാണിക്കേണ്ട ആളാണ് ടീച്ചർ. ടീച്ചർ എന്നുള്ള വാക്ക് അവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വളരെ ഡിഫറെൻ്റ് ആണ്. അവിടെ പല ലെവലിലുണ്ട്. ഇരുട്ട് നീക്കം ചെയ്യുന്നവൻ ഗുരു, ഒരു സബ്ജക്റ്റ് നന്നായിട്ട് അറിയുന്നവൻ, സ്കിൽ അറിയാവുന്ന ഒരാൾ പണ്ഡിതൻ, അധ്യാപനം ചെയ്യിക്കുന്നവൻ, അതായത് അധ്യയനം ചെയ്യിപ്പിക്കുന്നവൻ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന അധ്യാപകൻ. നമുക്കത് കൂടാതെ ഓരോ ലെവലിലും നമുക്ക് സ്കിൽ സെറ്റ് വെച്ചിട്ട് ഉപാധ്യായനും അധ്യാപകനും പണ്ഡിതനും ഗുരുവും ഇങ്ങനെ പല ലെവലിലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഇംഗ്ലീഷ് വേ ഓഫ് എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടായി. ഇപ്പൊ ഗുരുക്കന്മാരില്ല, ഇപ്പൊ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് അതിനേക്കാളും കൂടുതൽ അറിയാം. സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കുമ്പം അത് ഗൂഗിളിൽ അതിനെ വെല്ലുന്ന സാധനം എടുത്തു വന്നിട്ട് എങ്ങനെ പഠിപ്പിക്കുന്ന സാറിനെ കളിയാക്കാം എന്നാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് ദാറ്റ് എന്തോ ഒരു വി ഡിഡ് സംതിങ് ഗ്രേറ്റ് എന്നുള്ളത്. പക്ഷേ താഴ്ന്നിടത്തെ നീരോടൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നു കൊടുത്തേ പറ്റൂ. ഞാൻ ഇന്നും സ്റ്റുഡൻ്റ് ആണ്, ഞാനിപ്പോഴും ക്ലാസ്സിൽ പോകാറുണ്ട്. സോ എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞവരായിരിക്കും. അവരെന്നെ സാർ എന്ന് വിളിച്ചാലും ഞാൻ പറയില്ല എൻ്റെ സാറല്ലേ. ഇപ്പം LLB ചെയ്യുമ്പോഴും എന്നെക്കാളും പ്രായം കുറഞ്ഞവരും എൻ്റെ ഫ്രണ്ട്സിൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ അവിടെ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ബോധം ആദ്യം വന്നാൽ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ. ആ ബോധമാണ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പലരും പോകുന്നത്. എല്ലാവരും നല്ലവരാണ്. ആ കുറച്ച് പേര് ദേ ക്രിയേറ്റ്, നമ്മൾ ഒരു ലിറ്റർ പാലിൽ ഒരു തുള്ളി നാരങ്ങ പോലെ ആ പാല് പിരിഞ്ഞു പോകും. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പം നമുക്ക് ആ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് ഓഫ് ഈ നമ്മുടെ കണ്ണിൻ്റെ ഇരുട്ട് നീക്കം ചെയ്യുന്ന ഗുരു എന്നുള്ളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചറും അങ്ങനെയുള്ള കോൺസെപ്റ്റും ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ സിനിമയിൽ വരെ സാറിൻ്റെ പേര് ബെർത്തോൾ ഫാദറും സുരേഷ് കുമാർ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളിലും ക്രൈസ്റ്റ് നഗറിൽ പല ടീച്ചേഴ്സിൻ്റെയും പേര് പറയാറുണ്ട്. ബെർത്തോൾ ഫാദർ ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MA ഇംഗ്ലീഷിൽ എങ്ങനെയാണോ ഒരു വ്യക്തി ഫോണറ്റിക്സ് പഠിക്കുന്നത് അതിനേക്കാളും ചിലപ്പോൾ കൂടുതലായിട്ടായിരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വി ആർ ഓൾ ബ്ലെസ്ഡ് നൗ. ഞങ്ങളുടെ ബാച്ചിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ലാംഗ്വേജിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാരണം ബെർത്തോൾ ഫാദർ അത്രത്തോളം മതിയായിരുന്നു, ക്യാരി സർ അത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ടീച്ചേഴ്സിനെയും എടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്താണോ, ഞങ്ങളുടെ ആ ഹോൾ ബാച്ച് എന്താണോ, അല്ലെങ്കിൽ കുറേ ബാച്ചസ് എന്താണോ, അതിനെല്ലാം കാരണക്കാർ ആ ടീച്ചേഴ്സ് തന്നെയാണ്, വേറെ ആരുമല്ല. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ പോലും if you actually check compared to the other teachers whom my cousins had, അതിനേക്കാളും ബെറ്റർ എനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ എന്താണോ അത് അവരാണ് കാരണം എന്ന് ഞാൻ പറയാൻ റെഡിയാണെങ്കിൽ ഐ ഐഡന്റിഫൈ ദാറ്റ് ഇന്ത്യൻ സിസ്റ്റം നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളത് കൊണ്ട് പ്രിവിലേജ്. അത് പ്രിവിലേജ് ആണ്. അതെ, അത് എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല. അപ്പൊ ഇരുട്ട് നീക്കം ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ബിക്കോസ് ഓഫ് പോപ്പുലേഷൻ. മുമ്പുള്ള സമയത്ത് കുറച്ചു പേർക്ക് മാത്രമേ വിദ്യാഭ്യാസം കിട്ടിയിരുന്നുള്ളൂ. അപ്പോ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് എല്ലാം പറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് പേർക്ക് എനിക്ക് അത്രയും പ്രായമായിട്ടില്ല, എനിക്ക് 50 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അത്രയും വ്യത്യാസം വന്നിരിക്കുന്നു. അത്രയും വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുമ്പോ ഒരു ഗുരുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നമുക്ക് അങ്ങനെ കിട്ടാൻ പാടായിരിക്കും. അല്ല, അതിനോട് വേറൊരു ഇതുണ്ട്. ഇന്നിപ്പോ സ്റ്റുഡൻസിന്റെ എണ്ണം അത്ര അധികം കൂടിയാൽ അതിനനുസരിച്ചിട്ടുള്ള സ്കൂൾസും കൂടി, അതിനനുസരിച്ച് ടീച്ചേഴ്സും കൂടി. സോ നേരത്തെ ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ 60 ഒക്കെയാണ് സ്ട്രെങ്ത്. ഇന്നത് മാറിയിട്ട് ഒരു ക്ലാസ്സിൽ 40 മാക്സിമം ഒക്കെയാണ്, 42 അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പം ഒരു ടീച്ചറിന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞു കമ്പാരിറ്റീവ്ലി. അപ്പം അത് ടീച്ചേഴ്സ് കൂടി. അപ്പൊ പിന്നെ അവിടെ അത് വരേണ്ട, ഐ മീൻ അദ്ദേഹം പറഞ്ഞ പോലെ ആ പ്രിവിലേജില് സുരേഷ് കുമാർ സാറിന്റെ ഒരു കാര്യം, ഞങ്ങള് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വടി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് സാറിന് അടിക്കാൻ പറയും. അപ്പൊ ആ ഷോക്കില്
ഞങ്ങൾ അതിനുശേഷം ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹി വാസ് ഈവൻ റെഡി ടു സാക്രിഫൈസ് ദാറ്റ്. സാറിന് ഒരു സർജറി വന്നപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പോകുന്നതിന് മുന്നേ ഹി വാസ് സ്മൈലിംഗ് ആൻഡ് ലാഫിങ്. അപ്പോൾ വലിയ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? ഇല്ല, ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് ആണ്, ഞാൻ ജീവനോട് വരും എന്നുള്ളത് അവരെ ഷുവറാക്കും. ഐ എം നോട്ട് ടെൻസ് അറ്റ് ഓൾ. ആ കോൺഫിഡൻസ് ആണ് ആ ഗുരുവും ഞങ്ങളും തമ്മിലുള്ളത്. അപ്പൊ ഇന്നലെ ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോഴും അത് സാർ ഫോൺ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തൊരു ക്ലാസ് എടുക്കാൻ പോകണം, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിക്കില്ല, സാർ പറയുകയാണെങ്കിൽ ശരിയായിരിക്കും, ആൻഡ് ഐ ഗോ ദേർ. അപ്പൊ അങ്ങനെയുള്ള ആ ബോണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ബോണ്ടാണ് ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടെങ്കിൽ നല്ലതാണ്. ക്രിസ്യേട്ടൻ പറഞ്ഞ പോയിന്റിനെ കുറിച്ച് നമുക്ക് മാഡത്തിന്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതിന് തൊട്ട് മുമ്പേ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കട്ടെ. ഇവരെല്ലാവരും പറയുന്നുണ്ട്, 2 ടീച്ചേഴ്സും പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമാണ്, പാൻഡമിക്കിന് ശേഷമാണ്, ആ ഒരു മാരക രോഗം വന്നതിന് ശേഷമാണ് കുട്ടികളിലുള്ള ഇങ്ങനത്തെ ഓരോ ചേഞ്ചസ് കാണുന്നത് എന്നുള്ളത്. അത് ആ രോഗത്തിൻ്റെതല്ല, അതിനുശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുപാട് വന്നു, അതിലൂടെയാണ് സ്റ്റഡീസും എഡ്യൂക്കേഷൻ എല്ലാം പോയത്. അതിൽ വന്ന മാറ്റങ്ങളാണ് ഇവർ പോയിന്റ് ഔട്ട് ചെയ്തത്. എന്നാലും ഇത്തരത്തിലും ഇവിടെ എന്താ പറയാ, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് ചില കുട്ടികൾക്ക് പേടി അനുഭവപ്പെടാറുണ്ട്, ചില കുട്ടികൾ വല്ലാണ്ട് ഫിയർ ഉണ്ട്, ചില കുട്ടികൾക്ക് സബ്ജക്റ്റിനോടുള്ളൊരു ഫിയർ. ടീച്ചേഴ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും, ടീച്ചേഴ്സിനോട് ഇഷ്ടമല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ വെറുക്കും. ഇതൊക്കെ ഇന്നും കുട്ടികളിലുള്ള ഒരു ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കുട്ടികളെയും പലരെയും കണ്ടിട്ടുണ്ടാവണം അല്ലേ? അവരുടെ ആ ഒരു കാഴ്ചപ്പാടും ബിഹേവിയറിൽ ഇതെല്ലാം നന്നായിട്ട് ഒരു മെഡിക്കൽ സൈഡിലും താങ്കൾക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ് സാറിന് ഇതിനോട്? അല്ല, ഇതിനകത്ത് കുറച്ച് ഇപ്പൊ സംസാരിച്ച 3-4 കാര്യങ്ങളില്ലേ, ഈ ഇപ്പോ സാർ പറഞ്ഞ പോലത്തെ സുരേഷ് കുമാർ സാറിനെ പോലുള്ള അധ്യാപകരുടെ ഉണ്ടായിട്ടുണ്ട്, ഇന്നും അങ്ങനെ അധ്യാപകരുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ജനറൽ അല്ല. അന്ന് ഇവിടെ സ്ഫടികം സിനിമ ഇറങ്ങിയ പോലത്തെ അങ്ങനത്തെ അധ്യാപകരുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ സുരേഷ് കുമാർ സാറിനെ പണ്ടത്തെ അധ്യാപകരെല്ലാവരും അങ്ങനെ ആയിരുന്നു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അങ്ങനെയുള്ള അധ്യാപകര്, നല്ല അധ്യാപകര്, ഗുരു എന്ന് വിളിക്കാൻ പറ്റുന്ന അധ്യാപകർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ആളുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അതെല്ലാ സമയത്തും ഉണ്ടാവുന്നുണ്ട്, അത് വ്യക്തിപരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് എന്താണെന്നറിയോ, ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ ഗൂഗിളിൽ നിന്ന് മാറി ChatGPT വരെ എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഇതുവരെയുള്ള മനസ്സിലാക്കലിൽ എല്ലാ കുട്ടികളിലും സൂപ്പറാണ്. നിങ്ങൾ ഏത്, ഇപ്പൊ മാം പറഞ്ഞതുപോലെ ഏത് തലമുറയിൽ ഏത് ജനറേഷനിൽ എടുത്താലും കുട്ടികൾ എപ്പോഴും അവരുടെ ഏറ്റവും ബെസ്റ്റിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ സാർ പറഞ്ഞില്ല, 2000 സാറിൻ്റെ അടുത്ത് ഒരാൾ ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയുമ്പോൾ അധ്യാപകർ ഇങ്ങനെ പറയും, 2025 പിള്ളേർ ഇങ്ങനെ പറയുമ്പോൾ അധ്യാപകർ ഇങ്ങനെ പറയും. ഈ ഒരു ഡിഫറൻസ് ആണ് വന്നത് ശരിക്കും. അത് എന്തുകൊണ്ടാണ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, നിങ്ങളൊരു കുട്ടിയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകനെ ബഹുമാനിക്കണം. 2025 ആ കുട്ടി എന്തിനു ഞാൻ ബഹുമാനിക്കണം? അപ്പോൾ അവൻ്റെ അച്ഛനോ അവൻ്റെ അമ്മയ്ക്കോ അവൻ്റെ അധ്യാപകനോ എന്തിനാണ് ബഹുമാനിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്താണ് വിജയം ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നീ കേട്ടാൽ മതി, നീ ബഹുമാനിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന കാലം പോയി. അതിനിവിടെ പ്രസക്തിയില്ല. അതായിരുന്നു ദൗർഭാഗ്യവശാൽ നമുക്കുണ്ടായിരുന്ന ഒരു കാലം. അതിന്റെ കൂടെ ഒന്ന് ചേർത്തോട്ടെ, ഇന്നത്തെ കുട്ടികൾ പറയുന്നത് ബഹുമാനം ഞങ്ങൾക്കുള്ളിലുണ്ട്, പക്ഷെ അത് ഇങ്ങനെ തന്നെ കാണിക്കണം. അതാണ് രമ്യ ഞാൻ പറയുന്നത്, ഇത് എന്തിനാണ് എന്ന് കൺവിൻസ്. ഇപ്പൊ നമുക്ക് റീസൺ വേണം, വേണ്ടേ? ഇപ്പൊ ഈശ്വര വിശ്വാസത്തെ പറ്റി ഒരു കഥയുണ്ട്. ഈ ഒരു അമ്പലത്തില് ഒരു പയ്യൻ ക്ഷേത്രത്തില് തൊഴാൻ പോകുമ്പോ അമ്പലത്തിന് മുമ്പിൽ ഇങ്ങനെ 2 കടുവയുണ്ടാവും, കടുവയോ സിംഹമൊക്കെ ഉണ്ടാവും ഈ കല്ലിന്റെ. അപ്പം അച്ഛനും മോനോട് ഇങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് തൊഴാൻ പോകുമ്പം ആ മോൻ പറയും, അച്ഛൻ ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്താ വരാത്തത്? അല്ല, അതവിടെ കടുവയുണ്ടല്ലോ, കടുവ കടിക്കും. ഇല്ല മോനെ, അതൊരു ശില്പമല്ലേ, ഒന്നും ചെയ്യത്തില്ല, മോനിങ് പോവാ എന്ന് പറഞ്ഞ അച്ഛൻ മോനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. അകത്തിരിക്കുന്നതോ എന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു കല്ലാണെങ്കിൽ അതൊരു കല്ലല്ലേ എന്നുള്ളതാണ്. എന്നാൽ അത് കല്ലല്ല, അതിനൊരു പ്രത്യേക ചൈതന്യവും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമ്പോഴാണ് എന്താണോ അവർ കൺവിൻസ് ചെയ്യേണ്ടത് കൺവിൻസ് ആവുന്നത്, അല്ലേ? നീ മര്യാദയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കടാ എന്ന് പറയുന്ന പാരൻസും ടീച്ചേഴ്സും ദൗർഭാഗ്യവശാൽ ഉണ്ട്. അപ്പം ഞാൻ ഇവരെയൊക്കെ ഉള്ള റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് പറയുന്നത്. കുട്ടികളോട് നിങ്ങൾ ഏത് കാലത്തും, അത് BC AC ഏത് കാലത്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ അവരെ അടിച്ചമർത്താൻ പോയാലോ ദേഷ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയാലോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല.
പണ്ട് നേരത്തെ ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിധിവരെ ഭയത്തോടു കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. യെസ്. ആ ഭയത്തിന് ഇനി പ്രസക്തിയേ ഇല്ല. ആ ഭയത്തോടു കൂടി നിങ്ങൾ ഇനി ആരെയും അപ്രോച്ച് ചെയ്യണ്ട. അത് ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. ഉം. അതൊരു നല്ല പ്രവണതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കാലഘട്ടം പോയി. അതാണ് സാറ് പറഞ്ഞില്ലേ, ഞാൻ അധ്യാപകർക്ക് കോട്ടയത്ത് ഞാൻ ഒരു കൂട്ടം അധ്യാപകർ ക്ലാസ് എടുക്കാൻ പോയപ്പം ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ കുട്ടികള് സാറുമാർ അങ്ങോട്ട് ടീച്ചേഴ്സ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ കുറച്ചൊന്ന് നിങ്ങളെ പേടിക്കാറുണ്ടോ? ഒട്ടും പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടെ കൈവെക്കുക എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ അപമാനമാണ്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കാറുണ്ട്. പേടിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. പേടിച്ചുകൊണ്ടുള്ള റെസ്പെക്റ്റിനൊന്നും വാല്യൂ ഇല്ല. അതാണ് സാർ പറഞ്ഞത്. അവിടെ റെസ്പെക്ട് വരേണ്ടത് മനസ്സിലാക്കലിലൂടെയാണ്. ഞാൻ ഈ മാമിനെ, ഞാൻ ഈ സാറിനെ ബഹുമാനിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നിടത്ത് മാത്രമേ നമുക്ക് ബഹുമാനം തോന്നാൻ പറ്റും. നമുക്ക് ഒരു കാര്യം അറിയില്ല, അതിൽ നിന്നാണ് ഈ ഭയം വരുന്നത്. കറക്റ്റ്. അപ്പോൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് തോന്നുന്ന ഈ ഭയം മാറിയിട്ടുണ്ടാകുന്ന സ്നേഹത്തിന്റെ പേരാണ് റെസ്പെക്ട്. കറക്റ്റ്. അപ്പോൾ നമ്മൾ ആ അറിവിനെ നമ്മൾ റിയലി റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സ് എക്യുപ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എനിക്ക് ഒരു പ്രൊഫഷനും കിട്ടിയില്ല അതുകൊണ്ട് ടീച്ചർ ആവുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വിച്ച് ഇസ് എ ബിഗസ്റ്റ് മിസ്റ്റേക്ക്. പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള, ആ താല്പര്യമുള്ള, പാഷനുള്ള ആൾക്കാർ പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള പേയ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ, ഈ സ്കൂൾസ് ശരിക്കും ടീച്ചേഴ്സിന് അങ്ങനെ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റൻ ആണ്. സ്കൂൾ വലുതാവണം എന്നല്ലാതെ ടീച്ചേഴ്സ് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന സ്കൂൾസിന് എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും, ഇല്ല എന്നല്ല പറയുന്നത്, അവിടെയും കുറവായിരിക്കും. അപ്പൊ എന്താണ് ഈ അറിവിനെ റെസ്പെക്ട് ചെയ്യാൻ എന്താണ് ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്? എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ല, ഡിഗ്രി കഴിഞ്ഞു, ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് പോവാം. അതൊരു ഫാൻസി പ്രൊഫഷൻ അല്ല, ശരിക്കും ഡെഡിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അടി ശരിക്കും കയ്യിൽ വാങ്ങിക്കാൻ റെഡി ആയിട്ട് സാർ കൈ നീട്ടുമ്പോൾ ഞങ്ങൾ പതുക്കഴിഞ്ഞ് ഞാൻ പറയും, അല്ല ഇങ്ങനെയല്ലല്ലോ, ശരിക്കും അടിക്കാൻ പറയും. അതുകൊണ്ടാണ് ആ ബുദ്ധിയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. ആ ഫിയർലെസ്നെസ് കംസ് ഫ്രം ദ നോളജ് വിച്ച് ഹി ഇംപാർട്സ്. ഇപ്പൊ സാറ് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞ് വടി കയ്യിലോട്ട് കൊടുക്കുന്നത് ആ അധ്യാപകൻ ചെയ്ത കാര്യത്തിൽ അത്രമാത്രം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായി? ഇല്ല, അവരെന്നെ തല്ലില്ല, കാരണം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടോ കോൺഫിഡൻസിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നും സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം. ഏത് അർദ്ധരാത്രിക്കും ചെന്നിട്ട് സാറിന്റെ ഡോറ് മുട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. അത് ഞാൻ ഒരാളല്ല, അവിടെ പഠിച്ച എല്ലാവർക്കും അത് അവരുടെ ഒരു വീടാണ്. പിന്നെ ഒരു പോയിന്റ് എനിക്ക് സാറ് പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ളത്, നമ്മളൊരു ക്ലാസ്സിൽ ഒരു കുട്ടി വന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി അയാളിൽ ആ ഒരു വാല്യൂ കൊടുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു സമയത്ത് എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതൊരു വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ട സാധനമാണ്. ഒരു ടീച്ചർ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു റെസ്പെക്ട് ഇങ്ങനെ ആയിരിക്കണം, ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം. ഒരു ഹോട്ടലിൽ പോകുമ്പോൾ, ഫാമിലി ആയിട്ട് ഹോട്ടലിൽ കഴിക്കാൻ പോകുമ്പോൾ ഒരു ഇറാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്താൽ അടങ്ങിയിരിക്കും, ഇങ്ങനെ അല്ല ഒരിടത്ത് ഇറങ്ങിയാൽ ബിഹേവ് ചെയ്യേണ്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു കൊടുക്കും. അത് വീട്ടുകാരുടെ പ്രസൻസ് ഉള്ളപ്പോൾ അവർക്കത് കുറച്ചിലാണ്. സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും വീട്ടുകാരുടെ പ്രസൻസ് ഇല്ലാത്തപ്പോഴത്തേക്കും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ചിലപ്പോൾ ബോധർ ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ വീട്ടിലറിയുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ആക്ച്വലി അത് ടീച്ചേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ഗിവൺ റെസ്പെക്റ്റ് ആണ്. അവർ ആ പൊസിഷനിൽ വരുമ്പോൾ അങ്ങനെ ഒരു ഗിവൺ, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഏത് പാർട്ടിയിലുള്ള ആൾ വേണോ പ്രധാനമന്ത്രി ആവാം, നമ്മൾ ചിലപ്പോൾ ആ പാർട്ടിയിൽ അനുഭാവി ആവണം എന്നില്ല എന്നും പറഞ്ഞ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മൾ ആ റെസ്പെക്ട് കൊടുത്ത് തന്നെയല്ലേ നിൽക്കുള്ളൂ. അതുപോലെ ആ ഒരു പദവിക്കൊരു റെസ്പെക്ട് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, കറക്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് സിവിക് സെൻസും ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. നമ്മളുടെ എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണല്ലോ. 1ാം ക്ലാസ്സോ അല്ലെ LKG തൊട്ട് +2 വരെ എവിടെയും നമ്മൾ സിവിക് സെൻസിനെ പറ്റി ഒരു കാര്യം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. പബ്ലിക് സ്ഥലത്തിൽ മൂത്രം ഒഴിക്കാതിരിക്കുന്നത് പോലീസിന്റെ പഴി കിട്ടാൻ മാത്രമല്ല, അത് ചെയ്യേണ്ടാത്തതാണ്. അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, നേരത്തെ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള റാപ്പോ കുറച്ചുകൂടെ നല്ല വൃത്തിയാണ്. അതായത് അച്ഛൻ എൻ്റെ ടീമാണോ ടീച്ചറുടെ ടീമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ടീച്ചറും ഒരു ടീമാണ് എന്ന് പറയുന്ന പാരന്റ്സും ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പോ കുട്ടികളോട് അച്ഛൻ എൻ്റെ ടീമാണോ ടീച്ചർ എന്താ നിന്നെ ചെയ്തത് എന്ന് ചോദിക്കുന്ന രൂപത്തിൽ ഈ കുട്ടികളുടെ ഉള്ളിൽ ഇവർ 2 ഗ്രൂപ്പാണ്. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആണല്ലോ. അപ്പോൾ അവിടെ വന്ന് ഇവരുടെ കുറ്റം, ഇവിടെ വന്ന് അവരുടെ കുറ്റം പറയുക എന്നുള്ളതൊക്കെ. അതിനപ്പുറം ഈ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള ബോണ്ടിന്റെ കുറവാണ് തുടക്കം തൊട്ടേ അതിനൊത്തിരി സമയം എടുക്കുന്നതിന്റെ കാര്യം. ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ ഈ ഒരു റെസ്പെക്ട് ഉണ്ടാവാൻ ഒത്തിരി കാലതാമസം ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ബോണ്ടിങ് അത്ര റെഗുലറായിട്ട് ടീച്ചേഴ്സ് പേരൻസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഇച്ചിരി സമയം എടുക്കും. അതിങ്ങനെ ക്വാർട്ടർലി അങ്ങനെയുള്ളത്. അപ്പോൾ ആ ഒരു സമയം എടുത്തായിരിക്കും ആ പേരൻസും ആ കുട്ടിയുടെ
പേരൻസും ടീച്ചേഴ്സും Teacher. തമ്മിലുള്ള റിലേഷൻ ഉണ്ടാകുന്നു. ഉം. ശരിക്കും നല്ലൊരു ഗൈഡൻസ് വീട്ടിൽ നിന്നേ പോകണം. കറക്റ്റ്. ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നേരത്തെ ഇതുപോലൊരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞതാണ്, ഓരോ ദിവസവും ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്, ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഒരു സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ഓൾമോസ്റ്റ് 1200 ദർഹംസാണ്. ഒരാളുടെ ഇവിടുത്തെ മാസ ശമ്പളം അത്രയും ഉണ്ടാവും. ഒരു ദിവസം കുട്ടി കൊണ്ടുവരുന്ന പൈസയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. ആരാണ് നല്ലത് എന്ന് കാണിക്കാൻ വേണ്ടി കൂടുതൽ പൈസ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ചെയ്ത് ഇവൻ ഓരോ ദിവസവും 24,000 25,000 രൂപ കയ്യിൽ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടി നന്നാവോ നന്നാവില്ലേ? നാച്ചുറലി ഇറ്റ്സ് എ ഡൗൺഫോൾ. ഇങ്ങനെ ഫാമിലി ടൈസ് പണ്ടത്തെ നിന്ന് മാറിയിട്ടുണ്ട്. കൺസ്യൂമറിസം വന്നിട്ടുണ്ട്, യൂട്ടിലിറ്റേറിയൻ തോട്ട്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പം പണ്ടത്തെ കോൺസെപ്റ്റ് ഓഫ് വാട്ട് എ സ്റ്റുഡൻറ് ഷുഡ് ബി അതുപോലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാളിദാസൻ ഐഡിയൽ സ്റ്റുഡൻറ്റിനെ പറഞ്ഞത് കാക്കചേഷ്ട ഭഗദ്ധ്യാനം ശ്വാനനിദ്ര അല്പാഹാരം ജീർണവസ്ത്രം. അപ്പൊ ഇതില് സുഖാതിരേവ കുതോ വിദ്യ വിദ്യാർത്ഥിരേവ കുതോ സുഖം. സുഖിക്കുന്ന ഒരാൾ പഠിക്കാൻ പോകാൻ പാടില്ല എന്നാണ്. യു നീഡ് ടു ബി സ്ട്രെയിൻഡ് ടു സ്റ്റഡി. അപ്പൊ നമ്മൾ ബെഞ്ചിലിരുന്ന് ബാക്ക് സ്ട്രെയിറ്റ് ആയി വെച്ച് പഠിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ഇന്ന് കുഷനുള്ള സീറ്റിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് പോണേ സ്കൂളിൽ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ അത് മാറി. അപ്പൊ വീട്ടിലെ ടൈസ് മാറി, കോൺസെപ്റ്റ്സ് മാറി. ഇന്ന് സ്റ്റുഡന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ കോളേജിൽ വലിയ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ ബോയ്സും ഗേൾസും ഒക്കെ വരുന്നു. അവരുടെ മേളിലേക്ക് സാറിന് നിങ്ങൾക്ക് അവിടെ ഒരു നിയമം, കോളേജിന് ഒരു റൂളുണ്ട്. അവിടെ എങ്ങനെയാണ് ബിഹേവിയറൽ രീതിയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് സ്റ്റുഡൻസ് ഇന്നിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളോടെല്ലാം അവരെ എങ്ങനെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? സ്റ്റുഡൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും കോളേജുകളിലൊക്കെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളെ പറ്റി നമ്മൾ ഒരു 10-15 കുട്ടികളെ എടുത്ത് പഠനം നടത്തിയാൽ ആ കുട്ടികളുടെ വീട്ടിലെ അന്തരീക്ഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കേസല്ല, നമ്മളൊരു 15 കേസ് നമ്മളെടുത്ത് പഠിച്ചാൽ ഒരു 10 കേസിൽ കൂടുതലും വീട്ടിലെ കുട്ടികളുടെ വീട്ടിലെ മാതാപിതാക്കളുടെ ഇടയിലുള്ള ചില പ്രോബ്ലംസും അതൊക്കെയാണ് ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലെ വലിയൊരു ഫാക്ടറാണത്. അത് ആ ഒരു ഫ്രസ്ട്രേഷൻ കുട്ടികൾ വീട്ടിൽ കാണിക്കാൻ പറ്റും, ചിലപ്പം കോളേജിലായിരിക്കും കാണിക്കുന്നത്. അത് ഉണ്ടാകാറുണ്ട്. കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം, +2 കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് കുട്ടികൾ വരുന്നത്. ഒരു വലിയൊരു ഫ്രീഡമുള്ള ഒരു യുഗത്തിലേക്കാണ് വരുന്നത്. ഇപ്പം സാറ് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ അത്രയും വലിയൊരു എമൗണ്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ പോലും കോളേജിൽ വരുന്ന കുട്ടികളിൽ മിക്കവരുടെയിലും കുറച്ച് പോക്കറ്റ് മണി കാണും അല്ലേ? അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും സാറ് സബ്ജക്റ്റ് വന്ന് പഠിപ്പിച്ചു പോയാലും എനിക്ക് ഇതിനെക്കാട്ടിലും അറിയാം എന്നുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവുമല്ലേ? സാർ ഇപ്പോൾ എത്രയോ കുട്ടികളെ കാണുമ്പോൾ ഒരുപക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെ ആവില്ലായിരിക്കാം, എന്നാലും കുറേ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ബിഹേവിയറും ഈ പറഞ്ഞ പോലെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള അവരുടെ രീതിയും കാര്യങ്ങളും സാറിന് ഇപ്പം തന്നെ അസിസ്റ്റന്റ് പ്രിൻസിപ്പളായിട്ട് സാർ അവിടെ വൈസ് പ്രിൻസിപ്പളായിട്ട് നിൽക്കുമ്പോൾ പോലും നിങ്ങൾ പറയുന്ന പല കോളേജിന്റെ ഓരോ റൂൾസ് ഉണ്ടാവും. ഇതൊക്കെ കുട്ടികളിലേക്ക് പറയുമ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഏജിലുള്ള ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എപ്പോഴും 17 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ചില ഒരു പന്ത് ഭിത്തിയിൽ എറിയുന്ന വേഗതയിൽ ചില കാര്യങ്ങൾ തിരിച്ചു വരും. എറിയുന്ന വെലോസിറ്റി തന്നെ ബോളിങ് തിരിച്ചു വരും. അങ്ങനത്തെ ചില പ്രശ്നം, ആ ഒരു ഏജ് അതാണ് 17-നും 22-നും വയസ്സ് ടീനേജിൻ്റെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ അധ്യാപകൻ ഇപ്പം ഒരു അധ്യാപകനെ ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജായാലും ഒരു പ്രൊഫഷണൽ കോഴ്സായാലും ഏത് ടോപ്പിക്കിനെ പറ്റി, ഏത് കുഞ്ഞ് ടോപ്പിക്കിനെ പറ്റിയും വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ധാരാളം യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അധ്യാപകൻ ജസ്റ്റ് ഒരു മെൻറ്റർ അല്ലെങ്കിൽ അഡ്വൈസർ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതാണ് ഞാൻ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ ഗുരു, ആ ഗുരുവിനെ ഇത്രയും മഹത്വം കൊണ്ടുവന്നത് ആ ഗുരുവിൻ്റെ മാത്രം ക്വാളിറ്റി അല്ല, അത് അന്നത്തെ ശിഷ്യരും കൂടി അവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അന്നത്തെ വിദ്യാർത്ഥികൾ ഈ നോളജിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നവരായിരുന്നു. അങ്ങനത്തെ ഒരു ശിഷ്യഗണമാണ് ആ ഗുരുവിനെ അത്രയ്ക്കും മഹത്വീകരിച്ചത് അല്ലേ? അത്രയ്ക്കും ഗ്രേറ്റ്നെസ് ആ ഗുരുവിൽ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ ശിഷ്യർക്ക് ഒരു നല്ലൊരു റോളുണ്ട്. ഗുരു വലുതല്ലെന്നല്ല പറയുന്നത്, പക്ഷെ നല്ലൊരു റോളുണ്ട്. ഞാൻ കുറച്ചു കാലമെങ്കിലും അത് അനുഭവിച്ച ഒരാളാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ 30 ഇയേഴ്സ് ബാക്ക് നമ്മൾ എന്ത് പറയുന്നു അതായിരുന്നു കുട്ടികൾക്ക് അറിവ്. ഫൈനൽ അതായിരുന്നു ഫൈനൽ. അപ്പോൾ ഈ പേര് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്.
നമ്മുടെ പേരിനോടൊപ്പം അവരുടെ പേര് ഡെസ്കിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഡെസ്കിൽ കുത്തിവെച്ചിരിക്കുക. നമ്മളോടുള്ള ഓവറായിട്ടുള്ള ഒരു അഡ്മിറേഷൻ. ആ കുട്ടിയുടെ ചിന്ത ഇങ്ങനെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഈ കുട്ടി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്. സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളെ കാത്തു നിന്ന്, ഇതിപ്പോൾ എൻ്റെ ഒരു കേസല്ല ഞാൻ പറയുന്നത്, ഒരുപാട് പേർക്കുള്ള അനുഭവങ്ങളാണ്. നമ്മളെ കാത്തു നിന്ന് നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നാക്കി ബസ് കയറ്റി വിട്ട് ടാറ്റ തന്നു വിടുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അനുഭവിച്ചു പോകുന്നതാണ്. പക്ഷേ അന്നത്തെക്കാളും എത്രയോ മടങ്ങ് ഇന്ന് എൻ്റെ എക്സ്പെർട്ടൈസ് കൂടിയിട്ടുണ്ട്. അന്നത്തെ ടീച്ചറല്ല ഞാനിന്ന്. എൻ്റെ നോളജും എൻ്റെ ടീച്ചിങ് മെത്തേഡ്സും എല്ലാം ഫാർ ബെറ്റർ ആയിട്ടുണ്ട് അന്നത്തെക്കാളും. പക്ഷേ ഐ ആം ഇൻസിഗ്നിഫിക്കൻ്റ്. ഇന്ന് ക്ലാസ്സിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ ആ പഴയ രീതിയിൽ കണക്ട് ചെയ്ത് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നോബഡി വോൺസ്. കുട്ടികൾക്ക് വേണ്ട. സാറ് പറഞ്ഞ ആ പോയിന്റിലേക്ക് അതുകൊണ്ട് വരാനായിട്ട്, ഇന്ന് നോളജ് എക്സ്പ്ലോഷൻ, ടീച്ചറുടെ റോള് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. അവർക്ക് ക്ലിയർ ക്രിസ്പ് ഷോർട്ട് കട്ട് ആയിട്ട് ആൻസേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന മീഡിയ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതാണ് പോസ്റ്റ് കോവിഡിന് ശേഷം അവർക്ക് ഇങ്ങനെയുള്ള രീതിയോടാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ചെന്ന് നിന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതൊക്കെ നല്ല കഥകളും ഒക്കെ ഇങ്ങനെ ചിലതൊക്കെ ക്ലിക്കാവും, പക്ഷേ ഒരു 50% പരാജയം തന്നെയാണ്. ഒരു കാലത്ത് ഈ പ്രൊഫഷണൽ കോഴ്സിനെ നമ്മൾ ടീച്ചർ അധ്യാപനം പഠിപ്പിക്കുന്നു, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചെടുക്കുന്നു, തന്നെത്താനെ നോട്ട്സ് വെക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നത് ക്യാപ്സൂൾ ടൈപ്പ് ആൻസർ ഉണ്ടോ? അതാ, അവർക്കത് മതി, അവർക്കതേ പഠിക്കാൻ പറ്റുള്ളൂ. ടെസ്റ്റ് വായിക്കാൻ മെനക്കെടാനുള്ളൊരു ടൈം ടീച്ചറിന് ഷോർട്ട് കട്ടാണ്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് മേടിച്ചിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ നോട്ട് പറയാൻ നോട്ട്ബുക്ക് മേടിച്ചിട്ട് ആ കുട്ടിക്ക് അത് തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. അടുത്ത ദിവസം പരീക്ഷയാണ്. അപ്പം ഞാൻ ഈ ബുക്കുമായിട്ട് ആ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്നൊരു കുട്ടി എന്നോട് ഞാൻ പറഞ്ഞു, അയ്യോ മോനെ, ഈ കുട്ടിക്ക് ഞാൻ ഈ ബുക്ക് കൊടുത്തില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുക, അതൊന്നും കുഴപ്പമില്ല മിസ്സേ, ഇതൊന്നും ഞങ്ങളാരും പഠിക്കാറില്ല എന്ന്. ഞങ്ങളൊന്നും ഇതല്ല പരീക്ഷയ്ക്ക് പഠിക്കുന്നതെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞല്ലോ. പറഞ്ഞു അതൊരു വലിയ കാര്യം. അത് കുഴപ്പമില്ല മിസ്, മിസ് കൊടുത്തില്ലല്ലോ. പറഞ്ഞ ബുക്കില്ലാതെ എനിക്ക് പഴുതാൻ പറ്റിയില്ലെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. അതല്ല, അത് മാം ഇതിന്റെ പ്രശ്നം അറിയിപ്പോ ഇപ്പൊ നമ്മൾ ഈ എടുക്കുന്ന ലോങ് ഇന്റർവ്യൂവിനേക്കാളും ഷോർട്സ് ആയിരിക്കും ആൾക്കാർ കാണുന്നത്. സോ അറ്റൻഷൻ എന്നുള്ളത് സെക്കൻഡ്സിലേക്ക് പോയിട്ട്, സ്പാൻ കുറഞ്ഞു. അതായത് നമുക്ക് എത്ര നേരം ഇപ്പൊ നമ്മളിപ്പം റീലൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് 3 സെക്കൻഡിനുള്ളിൽ ഹുക്ക് കൊടുക്കണം എന്നാ പറയുക. കറക്റ്റ്. അത് അത്ര 3 സെക്കൻഡ് 4 സെക്കൻഡിനുള്ളിൽ അവന്റെ അറ്റൻഷൻ മാറുവാണ്. അപ്പോ മാം പറഞ്ഞ 30 years ബിഫോർ ഹവേഴ്സ് ആയിരുന്നു അറ്റൻഷൻ. അല്ല, അതില് ഇപ്പൊ ആദ്യത്തെ എഡ്യൂക്കേഷൻ റിഫോംസിന് മുന്നേ കൊഠാരി കമ്മീഷൻ വന്നതിൽ പറയുന്നത് ഒരാളുടെ അറ്റൻഷൻ സ്പാൻ 40 മിനിറ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു സ്കൂളിലെ ഒരു പീരീഡ് 40 മിനിറ്റ് 40 മിനിറ്റ്സ്. അപ്പൊ ഈ 40 മിനിറ്റ്സ് ഇപ്പൊ ചുരുങ്ങി ഇപ്പൊ 90 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒരു റീലിന്റെ ലെങ്ത് ആയിട്ട് അതിലും കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റീല് ഫുള്ള് കണ്ടോണ്ടിരിക്കാനുള്ള പവർ നമുക്കിപ്പോ ഇല്ലല്ലോ. ആ റീലിന്റെ തുടക്കത്തിൽ 5 സെക്കൻഡിൽ നമുക്ക് ഓക്കെ ആണോ വേണ്ട. ഇനി അത് കഴിഞ്ഞുള്ള 40 സെക്കൻഡിൽ എന്ത് വന്നാലും നമുക്ക് അറിയത്തില്ല. കാരണം 5 സെക്കൻഡിൽ നമുക്ക് വേണ്ടതുണ്ടോ ഇല്ലോ എന്നുള്ളത് മാത്രമേ ചോദ്യം. സ്കിപ്പ് ചെയ്ത് പോവാണ്. പിന്നെ മാത്രമല്ല, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. കുട്ടികൾക്ക് പണ്ട് ഇത്ര റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് വെച്ചിട്ട് കൊണ്ടുപോവുക, നമ്മൾ അത് വെച്ച് അങ്ങ് ഹാപ്പി ആയിരിക്കുക. ഒറ്റ സോഴ്സേ ഉള്ളൂ. ഇതിപ്പോ അതാണ് നമ്മളെ ഒരാൾ വണ്ടർ ചെയ്യുന്നപ്പോഴാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ ഡെലിവറി ചെയ്യുമ്പോഴാണ്. കറക്റ്റ്. അപ്പൊ നമ്മൾ ഒരാൾ ഇയാൾ കൊള്ളാലോ എന്ന് പറയും, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ നോക്കി നമ്മൾ ഒരിക്കലും ഇത് പറയത്തില്ല. നമുക്കൊരു വിധത്തിൽ അറിയാത്ത കാര്യങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ ഇത് കൊള്ളാം, ഇയാളെ കേൾക്കണം എന്ന് തോന്നുന്നത്. അന്നേരം റെസ്പെക്റ്റും വരുന്നത്. ഇപ്പൊ ഇത് പ്രശ്നം മാമും സാറും പറഞ്ഞ അതേ പ്രശ്നമാണ്. ഇപ്പോ പണ്ട് എന്നെ പഠിപ്പിച്ച സീത ടീച്ചറോ അല്ലെങ്കിൽ സുരേഷ് കുമാർ സാറോ ഒക്കെ പറയുമ്പോൾ അവർ ത്രൂ ആണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം നമുക്കിത് ഭയങ്കര വാവാണല്ലോ. ഈ നമുക്കറിയാത്ത എത്ര കാര്യങ്ങളാണ് സാർ പറഞ്ഞു തരുന്നത്, നമ്മൾ നോട്ട് ചെയ്യും. ഇത് മാം ഒരു കാര്യം പറയുമ്പോ അല്ലെങ്കിൽ സാർ ഒരു കാര്യം പറയുമ്പോ ഇത് ഇന്നലെ മറ്റേ യൂട്യൂബിൽ വന്നാണല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? മിസ്സായാലും കുഴപ്പമില്ല, അവർക്ക് അവിടെ സാറുണ്ട്. അതുപോലെ ട്യൂഷൻസും എക്സ്ട്രാ ഇത് അപ്പൊ ക്ലാസ്സിലും ശ്രദ്ധിക്കണം എന്നുള്ളൊരു സംഭവം ഇല്ല. പിന്നെയും വേറെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ മാം പറഞ്ഞ പോലെ തന്നെ. ഒരു പോയിന്റ് കൂടെ, അതെനിക്ക് അത്ര തോന്നുന്നില്ല. കാരണം ടീച്ചർ പേരന്റ് റിലേഷൻഷിപ്പ് പറഞ്ഞില്ലേ, അത് പണ്ടത്തെക്കാളും വളരെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയാ.
എനിക്ക് സാധിക്കുള്ളൂ. അത് കാരണം ഒരു പക്ഷേ സ്കൂളിന്റെ അനുസരിച്ച് മാറ്റം ഉണ്ടാവാം. സ്കൂൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് പാരന്റ്സ് സ്കൂളിൽ വരണം എന്നുള്ളത്. അതിന്റെ schools അത് കമ്മ്യൂണിക്കേഷൻ Yeah. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടക്കും. വാട്സാപ്പ്, ഉം. അതായത് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ക്ലാസ് ഗ്രൂപ്പുകൾ. സോ എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ പേരന്റുമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ വെറുതെ ആണെങ്കിലും വിളിക്കുമ്പോഴും നമ്മൾ ഈ കുട്ടിയുടെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെക്കാളും എനിക്ക് തോന്നുന്നു ബിക്കോസ് ഓഫ് ടെക്നോളജി വളരെയധികം അത് കൂടിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ. കമ്മ്യൂണിക്കേഷൻ മാം, എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നന്നാവുന്നതിനോടൊപ്പം ഇപ്പോൾ ഒരു കുട്ടിയോട് അടുത്ത് അല്ല ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്നെ ആ ടീച്ചർ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ടീച്ചറോട് ചോദിക്കാതെ പാരന്റിന് പറയാൻ പറ്റുന്ന രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കറക്റ്റ്. ഇപ്പോൾ എന്നെ ആ ടീച്ചർ ഒരാവശ്യമില്ലാതെ ഇന്ന് ചീത്ത പറഞ്ഞു അച്ഛ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ടീച്ചർ ചീത്ത പറയത്തില്ലോ, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് കാണുന്നതാണ് തിരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. സാർ പറഞ്ഞ അതേ പോയിന്റ് അതിനകത്തുണ്ട്. കാരണം വി ആർ ഗിവിംഗ് 10,000 rupees every month. എന്തുകൊണ്ട് എന്റെ കുട്ടിയെ അവർക്ക് റെസ്പെക്ട് ചെയ്തുകൂടാ? ചീത്ത പറയുന്നത് ഇഷ്ടമല്ല, വഴക്ക് പറയുന്നത് ഞാൻ ഇഷ്ടമല്ല. പോലും എന്റെ കുട്ടിയെ ചീത്ത പറയാറില്ലല്ലോ. ഇതാണ് ഡയലോഗ്. ഞാൻ പോലും എന്റെ കുട്ടി, പിന്നെയാണോ അവര് വന്നിട്ട് ചീത്ത പറയുന്നത്? അഭിജിത്ത് നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സുരേഷ് കുമാർ സാറിനെ എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ അറിവ് എങ്ങനെ ഞങ്ങൾ അത് കണ്ടു മനസ്സിലാക്കി എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും പഠിപ്പിച്ചു, ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഇങ്ങനെയാണ് റിയോസ്റ്റാറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തു, ഇങ്ങനെയാണ് ഫ്രീക്വൻസി, ഇതാണ് ട്യൂണിങ് ഫോക്കറ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം പഠിപ്പിച്ചു. സാർ എന്ത് ചെയ്തു? സാറിൻ്റെ ലൈഫിലെ സേവിങ്സ് മുഴുവൻ ഇട്ടിട്ട് ഇതെല്ലാം കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്തറിയാൻ വേണ്ടിയിട്ട് ഹി സ്റ്റാർട്ടഡ് ഒരു ടെസ്ല സയൻസ് മ്യൂസിയം തുടങ്ങി. ഒരു സപ്പോർട്ടില്ലാതെ, ഗവൺമെൻറ് സപ്പോർട്ടോ പ്രൈവറ്റ് സപ്പോർട്ടോ ഒന്നുമില്ലാതെ സ്വന്തം പൈസയ്ക്ക് സ്ഥലം വാങ്ങിച്ച് ഒരു ബിൽഡിംഗ് എല്ലാം കെട്ടി കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി. ദാറ്റ് വാസ് ഹിസ് ഡെഡിക്കേഷൻ. അങ്ങനെയുള്ള ഒരാൾ ഒരു കുട്ടി പഠിച്ച് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നത് കണ്ട് ആ ടെസ്ല ക്ലോസ് ഡൗൺ ചെയ്ത സമയത്ത് സാറ് പഠിപ്പിക്കുന്ന വേറൊരു സ്കൂളിൽ ഇത് മുഴുവനും അവിടെ എക്സിബിറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ആ സ്കൂൾ കുട്ടികൾ ദേ ആർ ബ്ലെസ്ഡ്. കാരണം അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാറിൻ്റെ കാര്യം. പക്ഷേ ഇപ്പോൾ അഗൈൻ കുട്ടികളുടെ കാര്യം വന്നപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നല്ല ഗുരു ഉണ്ടെങ്കിലും അവർക്ക് വേണ്ട. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുന്ന, അതായത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ കാരണം ഇതിനകത്ത് വരുന്നത് എല്ലാം സത്യമാവണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് കണ്ണിൻ്റെ ഇവിടെ വേദനയുണ്ട്, എനിക്ക് മൂക്കിൻ്റെ താഴെയായിട്ട് എനിക്ക് ഇതിൻ്റെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശരിക്കുള്ള ഡോക്ടർ അത് ചെക്ക് ചെയ്തിട്ട് ഇത് നീരാണ് എന്ന് പറഞ്ഞ് നീരിനുള്ള മരുന്ന് കൊടുക്കും. ഗൂഗിൾ നേരെ ട്യൂമറായിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതോടുകൂടി സൈക്കോളജിക്കലി അയാൾ ട്യൂമറിലേക്കുള്ള പേഷ്യൻ്റ് ആയി. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മളൊരു സൈക്കോളജിക്കലി ഒരാളെ തളർത്താൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ തന്നെയാണ്. സോ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയോ, ഇത് ക്യാൻസറാ എന്ന് പറയും. വെറുതെ തലവേദനയുള്ള ആൾ ക്യാൻസറിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങും. അല്ലെ, എന്ത് ചിന്തിക്കണം എന്ന് അവരാണല്ലോ തീരുമാനിക്കുന്നത്. നിങ്ങൾ അബദ്ധവശാൽ ഇന്ന് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഒരു ബ്യൂട്ടി പാർലറിനെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇട്ടിട്ട് പോയാൽ പിന്നെ അടുത്തൊരു 7 ദിവസം നിങ്ങൾക്ക് ബ്യൂട്ടി പാർലർ തരിക എന്നുള്ള അവരുടെ ഉദ്ദേശമാണ്. ആൽഗോരിതം അങ്ങനെ ആയിരിക്കും, അപ്പം അതേ വരുള്ളൂ. ഇപ്പൊ കുട്ടികൾ ഗൂഗിളിൽ ഇപ്പൊ വേണ്ടാത്തൊരു കാര്യം സെർച്ച് ചെയ്തു എന്ന് വിചാരിച്ചാൽ പിന്നെ ആ വേണ്ടാത്ത കാര്യം നിങ്ങൾ എന്നും ചിന്തിച്ചോളാൻ പറഞ്ഞ് ഗൂഗിൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി. അതിനകത്തുനിന്ന് അവനെ തിരിച്ചറിയിപ്പിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഏതാണ് തെറ്റ്, ഏതാണ് ശരി, വിവേകത്തോടു കൂടി അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അത് സാധ്യതകൾ വെല്ലുവിളികളാവുന്ന സമയത്താണിത്. നമുക്കുള്ള സാധ്യതകൾ കൂടുമ്പോൾ അത് വെല്ലുവിളികളാവുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമല്ലോ, ഇപ്പോൾ അവർക്കുള്ള ഒരു ബ്രോഡ് ആസ്പെക്റ്റിന് പകരം കുറച്ചുകൂടെ ഡീപ്പർ ആസ്പെക്റ്റ് ഇപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളിലും കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വേറൊരു നെഗറ്റീവ് സൈഡാണിത്. പ്രാക്ടിക്കലി നോളജ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ അവർ ഒരു വെള്ള പേപ്പർ കൊടുത്തിട്ട് ഒരു റിക്വസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ മതി, ചെയ്യില്ല. അത് കോൺഫിഡൻസോട് പറയുകയാണ്. കാരണം ദേ ആർ ഓൾ സ്പൂൺ ഫെഡ്, ഗൂഗിൾ ഫെഡ്, ഈ ഷോർട്ട് കട്ട് ക്യാപ്സ്യൂൾ ഫെഡ്. ഇവർക്ക് ഒരു വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. സാമാന്യ ബുദ്ധി ഇല്ലാണ്ടായി. ഇവരെല്ലാം ദിൽ ബി ഇന്റലിജന്റ് ടു പെർട്ടിക്കുലർ ഷോർട്ട് ക്വസ്റ്റ്യൻ. പക്ഷെ റിയൽ ലൈഫിലേക്ക് അത് നമുക്ക് ഗുരുക്കന്മാർ തന്നെ വേണം. അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് വഴി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ യോയോ പറഞ്ഞ് നടന്നിട്ട് സാധാരണ ബസ്സിൽ വൈറ്റിലാന്ന് എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ അത് എന്താ എഴുതിയിരിക്കണമെന്ന് അറിയാതെ നോക്കിക്കൊണ്ട് നിന്ന് ബസ് പോകത്തേ ഉള്ളൂ. പഠിച്ചത് മുഴുവനും ഞാൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ, എനിക്ക് മലയാളം ഇഷ്ടമല്ല. സാധാരണ ബസ്സിൽ മേനക വഴി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞ് ഇങ്ങനെ കണ്ട് പേടിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ. സോ ആ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് എ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡന്റ് ആൻഡ് ദ ടീച്ചർ ഇസ് ലെസ്. അറിവുകൂടി, പക്ഷെ പ്രായോഗിക ജ്ഞാനം കുറഞ്ഞു. ഇല്ല, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. ഇപ്പൊ ഈ നമ്മൾ എന്ത് പ്രോജക്റ്റ് കൊടുത്താലും സ്കൂളിൽ ഏതൊരു ഹോംവർക്ക് ആവട്ടെ എന്ത് കൊടുത്താലും കുട്ടികൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എല്ലാം അവര് വെറുതെ എവിടെ നിന്നൊക്കെയോ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ അവരുടെ
ചെയ്യാൻ പറഞ്ഞ പ്രോജക്റ്റ് ഈ സ്കൂളിൽ ഇന്ന സ്ഥലത്ത് കിട്ടും, അവിടെ ഇത്ര രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അവരുടെ ആദ്യം പോകുന്നതിന് ആദ്യം നല്ല സ്റ്റോക്ക് ഉള്ളത് കിട്ടും. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ഇതിലേക്ക് ഇത് കേൾക്കുന്ന ഏതെങ്കിലും അതോറിറ്റീസിന് എവിടെയെങ്കിലും ഒരു ചേഞ്ച്, ഒരു ക്ലിപ്പിംഗ് ഇടേണ്ട സമയമായി എന്ന് ഒരു മെസ്സേജ് ഇതിലൂടെ കൺവേ ചെയ്യാൻ പറ്റിയാൽ, കാരണം പറ്റുമെന്ന് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ അവയർനെസ് എങ്കിലും. കാരണം ഇവരുടെ ക്രിയേറ്റിവിറ്റി, ഒരു കുട്ടിയിൽ നിന്ന് അവൻ്റെ ക്രിയേറ്റിവിറ്റി എടുത്ത് മാറ്റിയാൽ ജസ്റ്റ് എ വെജിറ്റബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലേ, ഈ പ്രാക്ടിക്കൽ നോളജിൽ ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ ഇപ്പോൾ റീനൽ ട്രബിൾ തുടങ്ങുന്ന ഒരാൾക്ക് ഞെരിഞ്ഞിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലതുണ്ടാവും എന്നുള്ളത് പ്രാക്ടിക്കൽ ആയുർവേദത്തിന്റെ നോളജാണ്. രാവിലെ വെറും വയറ്റിൽ നമ്മൾ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്, എങ്ങനത്തെ വെള്ളം കുടിക്കണം, എങ്ങനെ കുടിച്ചുകൂടാ, ഇതെല്ലാം ആയുർവേദത്തിലെ പ്രാക്ടിക്കൽ നോളജാണ്. പക്ഷേ ഇത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. കാരണം ശരിക്കും വൈദ്യന്മാർ എന്താണോ ഉദ്ദേശിച്ചത് അത് ഓരോ രീതിയിലുള്ള, ഇപ്പൊ നമുക്ക് വാതം പിത്തം കഫം എന്ന് പറഞ്ഞ 3 രീതിയിലുള്ള ശരീരത്തിന് ഓരോന്നിനും ഓരോ രീതിയാണ്. ആ രീതി അറിഞ്ഞ് ചികിത്സിക്കാൻ ഗൂഗിളിൽ അറിയില്ല. കാരണം ഗൂഗിൾ വിൽ നോട്ട് നോ ഹൗ ഇറ്റ് ഇസ്. അപ്പൊ ഈ പ്രാക്ടിക്കൽ നോളജിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം വരുമ്പോൾ ഇതിന് ഇപ്പൊ ഡോക്ടർ ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭ്രാന്താന്ന് പറയും. അതിന് പകരം ഒരു ക്യാപ്സ്യൂൾ കൊടുത്തു നോക്കട്ടെ, നല്ല ഡോക്ടർ. അത് അല്ല, നമ്മള് ചില കാര്യങ്ങൾക്ക് ചില സംഭവം നമ്മുടെ പേഷ്യൻസ് നമ്മുടെ മുന്നിൽ വന്ന് മൊത്തം കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ഭക്ഷണം ഒഴിവാക്കിയാൽ മതി, അല്ല മരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങിയിട്ട് ആ ഡോക്ടർക്ക് ഒന്നും അറിയത്തില്ല, അത് കൊടുക്കണം. അല്ല, അതിനകത്ത് വേറൊരു, ഇപ്പൊ മാം പറഞ്ഞതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ നമ്മൾ നേരത്തെ ഈ സിവിക് സെൻസ് നമ്മളുടെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യകത പോലെ തന്നെ നമ്മളുടെ സിലബസിൽ ഏറ്റവും അത്യാവശ്യം ഉൾപ്പെടുത്തേണ്ട ഒന്ന് ഈ ക്രൈസിസ് മാനേജ്മെന്റ്, മെന്റലി ആൻഡ് ഫിസിക്കലി. ഈ തലമുറയിൽ വരുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ വിളിച്ചിരുത്തി നിങ്ങൾക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുണ്ടാക്കുന്ന മെന്റൽ ട്രോമ വളരെ വലുതാണ്. കോട്ടയത്ത് എൻ്റെ വളരെ അടുത്തുള്ള സുഹൃത്ത് ഒരു ഫ്ലാറ്റിൽ ഞാൻ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ വരുന്നില്ല. വരുന്നത് വെച്ചാൽ +2 പഠിക്കുന്നത്. ഇന്നലെ പോയപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, 26ാമത്തെ നിലയുടെ ഫ്ലാറ്റിൽ നിന്ന് മേളിയ അവൻ. അപ്പോൾ ഇതൊരു വളരെ ഒരു ഇൻഡിവിജ്വൽ ടോപ്പിക് അല്ല. ഇവരുടെ മെന്റൽ സ്ട്രെങ്ത് വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുക. നേരത്തെ 10 കുട്ടികളുടെ അല്ലെങ്കിൽ 25 കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അധ്യാപകൻ നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള വിൽ പവർ ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് നിങ്ങളൊന്ന് ആ കുട്ടിയെ പറഞ്ഞു നോക്കൂ. ഇന്ന് സ്റ്റുഡൻസിനിടയിൽ പുതിയൊരു ഫാഷൻ ഉണ്ട്, ഞാൻ എത്തീസ്റ്റ് ആണ്. അതൊരു പുതിയ സ്റ്റൈലാണ്. അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷെ ആ കുട്ടിയോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങളില്ല. കാരണം ഇഫ് യു റിയലി അണ്ടർസ്റ്റാൻഡ്, ഇഫ് എ പേഴ്സൺ ഹാസ് ടു ബി ആൻ എത്തീസ്റ്റ്, തീസം നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ എത്തീസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അതില്ലാതെ നേരെ ഈ സ്റ്റൈലെന്ന് പറയുന്ന എത്തീസമാണ് അതിനേക്കാളും വലിയൊരു പ്രോബ്ലം. കാരണം ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ട്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. കാരണം പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട, ആചാരങ്ങളില്ല, ആചാര്യന് ആവശ്യമില്ല. അവിടെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇപ്പം പാരന്റ്സിനാണെങ്കിലും കുട്ടികളോടുള്ളൊരു കൺട്രോളും പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ അത്രയ്ക്ക്. ആ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കുറയല്ലേ. അപ്പോഴത്തേക്കും മിക്ക പാരന്റ്സിന്റെയും മെയിൻ സംഭവമാണ് ദൈവത്തിനോട് വിശ്വാസം എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് അതിനെ ഒന്ന് ആക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കൗണ്ടർ വില്ലായി കാണിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അമ്പലത്തിൽ കയറി പയ്യൻ കല്ലിന് അത് പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സിന് പറ്റുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സ് അപ്പൊ നീ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കും എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ട് ചോദിക്കും. അതൊരു കോമൺ സിനാരിയോ ആണ് വളരെ. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് അത് ഏത് തലമുറയിൽ ഏത് പ്രായത്തിലുള്ളവരും ചോദിച്ചു. ഉത്തരം അറിയത്തില്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഉത്തരം അറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഉത്തരം അറിയത്തില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇക്കാലത്തെ കുട്ടികളോട് നീ പോയി 1 കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ട് ഇല്ല ഞാൻ പോവില്ല എന്ന് പറയുന്ന കുട്ടികളോട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, എന്ത് ചെയ്യണം എന്ന് ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നീ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ഇവിടെ പോലെ അവിടെ പോലെ എന്ന് പറയുന്നതിന് പകരം നീ ഇതാണ് ചെയ്യേണ്ടത്, അതാണ്. ഈ പോസിറ്റീവ് അഫർമേഷൻ ഇവർക്കില്ല. അപ്പോ നീ ഇങ്ങനെ ചെയ്, അത് ചെയ്, ഇത് ചെയ്, നീ പോയി പഞ്ചസാര വാങ്ങിച്ചോണ്ട് വാ, ശരിയെന്നേ പറയുള്ളൂ. ഈ പറ്റില്ല എന്ന് പഠിപ്പിക്കുന്നത് പാരന്റ്സ് തന്നെയാണ്. സാർ, ഈ ക്രൈസിസ് മാനേജ്മെന്റ് സാറ് പറഞ്ഞതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അത് കുറച്ചുകൂടെ ഈ ക്രൈസിസ് മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയുണ്ട്. ഞാൻ SLC പാസ്സാവുന്നത് 91-ലാണ്. അന്ന് എനിക്ക് തോന്നുന്നു SLCയുടെ വിജയം 36% അല്ലെങ്കിൽ ഒരു 40% വരെ ഉള്ളൂ SLC പാസ്സാവും. അപ്പോൾ ആ പാസ്സാവുന്ന കുട്ടികളാണ്. അന്ന് ഒരു കുട്ടിയും ബാക്കി 60% ഫെയിലാണ്. ഒരു കുട്ടി ആത്മഹത്യയായിട്ട് കാണുന്നില്ല ഇപ്പോഴത്തെ കമ്പയർ ടു ഇപ്പോഴത്തെ അനുസരിച്ച്. ഇപ്പം 99.1 തോക്കുന്നില്ല, ജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ സൈഡിൽ കൂടെ പോയില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്.
അപ്പം പെയിന്റ് അടിക്കാൻ വന്ന ആള് പാസ്സായി. അപ്പം ഇപ്പം പക്ഷേ 1 മാർക്കിന് A+ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന A+ലേക്കും എക്സലൻ്റ് അവാർഡ് കിട്ടുന്നതിലൊക്കെ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. അല്ല, ഇത് കുട്ടികൾ മാത്രമല്ല കേട്ടോ. അത് നമ്മൾ ഈ parents ന്റെ ആത്മഹത്യ പഠിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുറേ ജൂനിയറായിട്ട് പഠിച്ച് പിള്ളേരോട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം വളരെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എക്സാം വളരെ ഈസി ആയിരുന്നു. അപ്പോൾ അത് ChatGPT-ക്കകത്ത് ഇവർ കൊടുത്തു. ലാസ്റ്റ് 35 ഇയേഴ്സിൽ കമ്പയർ ചെയ്തിട്ട് ഈ ഫസ്റ്റ് ഇയർ അനാട്ടമിക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു 20 ക്വസ്റ്റ്യൻസ് തരാൻ പറഞ്ഞ് ഇവരൊരു പ്രോക്സ് കൊടുത്തു. ഇവർക്കൊരു 20 ക്വസ്റ്റ്യൻസ് കിട്ടി. ഇവർ ഈ 20 ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി. ഉണ്ടാക്കിയ സാറും ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത് കാണണം. അതേ ക്വസ്റ്റ്യൻസ് വന്നു. ഭയങ്കര മാർക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും. കുട്ടിക്ക് 100% ക്വസ്റ്റ്യൻ കിട്ടി. അല്ല, ഇത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം, ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ടാവണം. അതൊരിക്കലും ഒരു സ്കൂളിന് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടെന്നേ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് വരേണ്ട കാര്യം. അല്ലാതെ ഒരിക്കലും ഇപ്പൊ മാമോ സാറോ പോയി സാർ ഇവരെങ്ങനെയായിരിക്കും ഓൾറെഡി ചെയ്യുന്നത്, ഇവരുടെ പരമാവധി. പക്ഷെ ഇവരല്ലോ, ഒരു വലിയ സിസ്റ്റമാണ് ഇവിടെ ചേഞ്ച് ആകുന്നത്. സിവിക് സെൻസ് നാളെ തൊട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് പോയി സിവിക് സെൻസിനെ പറ്റി പറഞ്ഞാൽ സാറിനോട് തിരിച്ച് അത് വേറെ രീതിയിലായിരിക്കും. സോ അത് ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാണ് നമ്മുടെ എല്ലാ കൾച്ചറും വന്നിട്ടുള്ളത്. ഇപ്പൊ ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതാണെങ്കിലും എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു. അല്ലാതെ റേഡിയോ പോലെ എവിടെയും എപ്പോഴും അപ്പം ഡിബേറ്റ് ചെയ്ത് തിരിച്ചുത്തരം പറയാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റുമായിരുന്നു. സോ അങ്ങനെ തന്നെ ഇത് ഡെവലപ്പ് ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ ChatGPT-യിൽ അടിച്ചിട്ട് നാളെ മാം പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ChatGPT-യിലും ChatGPT-യുടെ പ്രോയിലും വേണമെങ്കിൽ പെർപ്ലസിറ്റിയിലും വരെ അടിച്ചു നോക്കി അതിനകത്ത് വരുന്ന പോയിന്റ്സുകൾ മനസ്സിലാക്കിയാണ് ഇനി അധ്യാപകർ പോകേണ്ടത്. കാരണം അതാണ് അവർ തിരിച്ചു ചോദിക്കുന്നെങ്കിൽ അതങ്ങനെയല്ല. ചിലപ്പോൾ നിങ്ങൾ ChatGPT-യിൽ അടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുമായിരിക്കും. പക്ഷെ അതിന് വേറൊരു പോയിന്റ് ഉണ്ടെന്ന് ടീച്ചേഴ്സിന് ഇനി പറയാൻ പറ്റണം. കാരണം അതാണല്ലോ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിച്ചു മനസ്സിലാവും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് പൊലിപ്പിച്ച് ഇവർ പറയുന്നത്. ChatGPT ആണെങ്കിലും പെർപ്ലെക്സിറ്റി ആണെങ്കിലും ദ ബേസിക്സ് ആർ ഓൾ ബേസിക്സ് =MC² എവ്രിവെയർ. അത് ChatGPT പറഞ്ഞാലും ടീച്ചർ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് പ്രാക്ടിക്കലി ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം കുട്ടി മനസ്സിലാക്കണം. പിന്നെ ChatGPT പെർപ്ലെക്സിറ്റി ഇത് എന്നൊക്കെ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ബോധ്യം ടീച്ചർ കൊണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ അവന്റെ അഹങ്കാരം കുറയും. നമുക്കിത് അറിയില്ല എന്നറിഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് റെസ്പെക്ട് കുറയും. 6800 രൂപ ChatGPT-യുടെ പ്രോ ഞാനും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ വിചാരം അധ്യാപകർക്ക് ഇത് അറിയില്ല, പാരന്റ്സിന് അറിയില്ല എന്നുള്ളത്. ഷോക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ. പ്രിൻസിപ്പളുടെ അടുത്ത് കുട്ടി പറയാം, നീ പുറത്ത് വരാൻ കാണിച്ചു തരാം. ആ വീഡിയോ പോപ്പുലറായി. ആ വീഡിയോ പോപ്പുലറൈസ് ചെയ്യുന്ന ആൾക്കാർ ഓർക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാത്തൊരു കുട്ടീനെ പോലും അത് ചിന്തിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അതെ, ഒരു കുട്ടിയുടെ അടുത്ത് ഹെയർ കട്ട് ചെയ്യാനായിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ പുറത്ത് വന്നിട്ട് ആ കുട്ടി നേരെ പോയിട്ട് സാറിന്റെ അഗേൻസ്റ്റ് കേസ് കൊടുത്തു. അതാണ് മുടി വെട്ടാൻ പറഞ്ഞ സാറിന്റെ അടുത്ത് വരെ കേസ് കൊടുക്കലാണ്. ഞാൻ പഠിക്കുമ്പോഴേ ഇപ്പം എന്റെ കൂടെ പഠിച്ചൊരു പയ്യൻ ഞങ്ങളെ ബോട്ടന് പഠിപ്പിച്ച ഒരു മാമിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര ഇതായി. അപ്പൊ ഇതായപ്പോ ആ മാമിനോട് പറഞ്ഞു, വിവരമുള്ള ആരെങ്കിലും ബോട്ടണി പോയി ഈ ഡിഗ്രി ഒക്കെ പഠിക്കുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്ന മാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവനോട് ഒരു മാം അല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് ഇവൻ മാമിനോട് ഇന്റർവെല്ലിൽ പോയി മാം അതങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച പയ്യനാ. ഇപ്പൊ അവൻ BSc MSc ബോട്ടണി പഠിച്ച് കഴിഞ്ഞ് ജോലി ചെയ്യാം. ഞാൻ പറഞ്ഞത് ആ സമയത്ത് മാമിനോട് കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ എതിർത്ത് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്വം മാമിനോട് അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ എതിർത്ത് പറഞ്ഞാൽ മാസായല്ലോ, നീ നല്ല ഡയലോഗ് കൊടുത്തല്ലോ ടീച്ചർക്ക് എന്ന് പറഞ്ഞ് അവനെ ഹീറോവൽക്കരിക്കുന്ന വലിയൊരു ചേഞ്ച് ഉണ്ട്. അതൊരു വലിയ പ്രശ്നമാണല്ലോ. കാരണം നീ ചെയ്തത് തെറ്റായി പോയെന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, നീ ചെയ്ത് വളരെ നല്ല കാര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ജനറേഷന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിനിടയിൽ നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് വന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ രണ്ടുപേരും കയറുമ്പോൾ മാഡം ഫസ്റ്റ് കയറിയിരുന്ന പോലത്തെ ആ ഒരു സന്തോഷത്തോടെയാണോ നിങ്ങൾ രണ്ടുപേരും ക്ലാസ് റൂമിലേക്ക് കയറുന്നത്, അതോ ഒരല്പം ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ ഒരല്പം ഒരു ഇഷ്ടമില്ലായ്മയോടെയാണ് നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നത്? മെയിൻ അത് എന്തെങ്കിലും ഞങ്ങളിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ. നമ്മൾ എങ്ങനെ പറയണം, ഇനി ഇത് എന്ത് പറഞ്ഞാലാണ് ഇവരുടെ ഒന്ന് അറ്റൻഷൻ സീക്ക് ചെയ്ത് നിർത്തുക എന്നുള്ള ആ ഒരു ആങ്സൈറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. എങ്ങനെ ഈ ക്ലാസ് ഒന്ന്
ഈ കുട്ടികളിലേക്ക് എത്തിക്കാം. കാരണം അവർക്ക് സാധിക്കുന്നില്ല, അവരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോയി, അവർ നിസ്സഹായരാണ്. പിന്നെ കോവിഡിന് ശേഷം വന്ന ഒരു പ്രധാന ടോപ്പിക്ക് നമ്മളിവിടെ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല, അവരുടെ സ്ലീപ്പ് പാറ്റേൺ ആണ്. സ്ലീപ്പ് പാറ്റേൺ വളരെയധികം മാറിപ്പോയി. അപ്പോൾ അവരതിനോട് യൂസ്ഡ് ആയിപ്പോയി. ലേറ്റ് നൈറ്റ് ഇരുന്നുള്ള ബ്രൗസിങ് കാരണം ഞങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു, എനിക്ക് തോന്നുന്ന ഒരു ഡിസാസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം ക്ലാസ് റൂമിലെ. പക്ഷേ ഒരു അല്പം നേരം നമ്മൾ അവർക്ക് റിലാക്സേഷൻ അല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ ഉറങ്ങിപ്പോവുക. കുട്ടികൾ നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അവർ ഇരുന്ന് എഴുതാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർ കിടന്ന് എഴുതും. ഈ കിടന്നെഴുതി കഴിയുമ്പോൾ വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് അവർ ഇമ്മീഡിയറ്റ്ലി ഉറങ്ങിപ്പോവാണ്. അപ്പോൾ കൂട്ടമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ച കണ്ട് വേദനിക്കുന്നവരാണ് ഞങ്ങൾ ഇന്ന് ഈ അധ്യാപകർ. ഒരു കാര്യത്തിൽ എൻ്റെ വീട്ടിലൊരു നല്ല റൂൾ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് പോലീസുകാരാ, അപ്പൊ അവര് നല്ല സ്ട്രിക്റ്റാ. അപ്പൊ ഈ പറയുമ്പോ ഇപ്പോഴും അല്ല അപ്പൊ സ്ട്രിക്റ്റ് ആവാം എന്നായി. സ്ട്രിക്റ്റ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നാലും അവര് ഫ്രീഡം ഇൻ ദ സെൻസ് സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൂ. അവർ ഈ സ്ക്രീൻ ടൈമിന്റെ കാര്യത്തിൽ അവർ സ്ട്രിക്റ്റ് ആയിരുന്ന സംഭവം, നമുക്ക് ഒരു 6ാം ക്ലാസ് തൊട്ടേ ഫോണൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 10 മണിയാകുമ്പോൾ വാപ്പാരെ ഫോൺ കൊണ്ടു കൊടുക്കുക. രാവിലെ 7 മണിക്ക് തരും. അവർ ചെക്ക് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ദ പ്രസൻസ് ഓഫ് ദ ഫോൺ അത് വാപ്പാരെ കയ്യിലായിരിക്കും. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും, കുറച്ചു നേരം സംസാരിച്ച് കിടന്നുറങ്ങും. ഇത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുമ്പോൾ പേരൻസ് ഇത് തന്നെയാണ് പറയണത്. ഫോൺ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തരുന്നുണ്ട് മിസ്സേ, രാത്രി ഇരിക്കുന്നില്ല, പിന്നെ എന്താ സംഭവിക്കുക? വേറെ ഫോൺ ഉണ്ടായി. എനിക്കറിയില്ല. ലാപ്ടോപ്പ്. കാരണം ഇപ്പൊ കുട്ടികൾ പറയുന്നത് നോട്ട്സ് വരുന്നത് ഫുൾ ഓൺലൈനിൽ നിന്ന് കുറെ ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് ഹോംവർക്സ് അതിൽ നിന്ന് ചെയ്യാനുണ്ട് എന്ന വ്യാഖ്യാനം അവര് നെറ്റ് എടുത്തിരുന്നിട്ട് വേറെയും കാണുകയാണല്ലോ. എപ്പോഴും പറയുന്നത് സാർ നോട്ട്സ് മൊത്തം കൊടുക്കുന്ന പിന്നെ ലാപ്പ് വഴിയാണെന്നാണ് പിള്ളേർ പറയുന്നതെന്ന്. ഇപ്പം ടീച്ചർ പറഞ്ഞ കറക്റ്റ്. നമ്മൾ 1 അവർ ക്ലാസ് ആണെങ്കിൽ ഒരു 30-40 മിനിറ്റ്സ് ആകുമ്പോൾ കുട്ടികൾ പറയും മതി. അവർക്ക് 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ, എനിക്കൊന്ന് ഒരു 10-20 വർഷം മുന്നേ പഠിപ്പിക്കുന്ന സമയത്ത് 1 അവർ കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് എടുത്താലും വേണേ അവരിരിക്കുമായിരുന്നു. നമ്മുടെ കുട്ടികൾ, ഞാനൊരു എയർഫോഴ്സുകാരൻ്റെ മകനാണ്. എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നതാണ്. ഇനി പബ്ലിക് ഹോളിഡേ അല്ല, ഇനി വെക്കേഷൻ അല്ല, ഏത് ദിവസമായിരുന്നു 5 മണിക്ക് എഴുന്നേക്കും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ 1 മണി വരെ 2 മണി, ടീച്ചർ പറഞ്ഞ 1 മണി വരെ 2 മണി, പിള്ളേർ ഒരു പകുതി ഉറക്കത്തിലാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. അവർക്ക് കോളേജിൽ വരണമെങ്കിൽ അവർ 6 മണിക്ക് എഴുന്നേക്കണം. 6 മണിക്ക് എഴുന്നേക്കണം, 8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ കോളേജ് എത്തണം. ഇനിയും കോളേജിൽ വരണ്ടെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് 1 മണിക്ക്, ലഞ്ച് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക്, അങ്ങനെ അവരുടെ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പോവാണ്. 8 മണി 9 മണി 10 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങുന്ന കുട്ടികൾ. അപ്പോൾ മൊത്തത്തിൽ ഈവൻ ഈറ്റിംഗ് ഹാബിറ്റ്സിന്റെ കാര്യത്തിൽ കുറെ കാലങ്ങൾക്ക് മുന്നേ ഒരു നോൺ വെജിറ്റേറിയൻ ഫാമിലി ആണെങ്കിൽ പോലും സൺഡേ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ആയിരുന്നു നോൺ വെജ്. ഇതിപ്പോ 3 നേരം നോൺ വെജ് ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് അവരത് മാത്രമേ കഴിക്കൂ. കിഡ്നി ഫെയിലിയർ കൺഫേംഡ് ആയിട്ടുണ്ടാവും. വേറെ എല്ലാ അസുഖങ്ങളും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. നോൺ വെജ് കഴിച്ച് ശരീരം ഇല്ലാണ്ടാക്കി നമ്മുടെ പല്ല് ഇതിലും കിട്ടുമല്ലോ. നമ്മുടെ പല്ല് K9s ഉള്ളതല്ല, നോൺ വെജ് മാത്രം കഴിക്കുന്നവരോട് പറയും. സാർ ഒരു കാലത്ത് ഇറച്ചി വീട്ടുകളിൽ വാങ്ങിക്കുന്നത് വിശേഷ ദിവസങ്ങളിലാണ്. ഫ്രിഡ്ജിൽ നോൺ വെജ് ഉണ്ട്. ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ ഈ പറഞ്ഞ അവിടെ പറയണ്ട. അല്ല അതെ എല്ലാരും പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതല്ല, ഇന്നത്തെ ഭക്ഷണത്തെക്കാളും പ്രധാനപ്പെട്ടത് എപ്പോ കഴിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത് എപ്പോ കഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നാണ്. കാരണം ഇന്ന് ഏറ്റവും ഈസി ആയിട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും അല്ലെ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്നത് മിഡ് നൈറ്റ് റെസ്റ്റോറന്റ് ആണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് ട്രാവൽ ചെയ്ത് വന്നോണ്ട് രാവിലെ 2:45 ഞാൻ എൻ്റെ കൂടെയുള്ള വണ്ടി ഓടിക്കുന്ന എൻ്റെ ബ്രദറാണ്. അപ്പോൾ അവൻ്റെ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങനാശ്ശേരിയിൽ നിർത്തി. രാവിലെ 2:45 ഒരു 10-40 പേരുണ്ട് അവിടെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നു. തമാശയില്ല, സീരിയസ്. ഇന്നലെ 2 മണിക്ക് ലൈവാണ്. അപ്പൊ ഞാൻ ഉറങ്ങുമായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോൾ ഇവ ചായ കുടി ഞാനിപ്പോൾ ഇറങ്ങിയപ്പം അവിടെ ഇത്രയും പേര് നിൽപ്പുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവരോട് ആ കടയിലെ പുള്ളി ചോദിച്ചത് ഇന്ന് ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞ് കോളേജിലോ വല്ലതും പ്രോഗ്രാം അല്ലല്ലോ, ഉമ്മാരൊക്കെ നമ്മുടെ സ്ഥിരം ആൾക്കാരാ എന്നാ പറഞ്ഞു. സോ ഇറ്റ്സ് അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ ഇവര് ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡ് ആ സമയത്ത് ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവർ വെജ് ആയതുകൊണ്ടും കാര്യമില്ല. രാത്രി 2:30 2:45 ഇവർ എന്ത് കഴിച്ചാലും പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും എന്നെ എപ്പോഴും ഡിസപ്പോയിന്റ് ചെയ്യിക്കുന്നത് മലയാളിയുടെ ടൈമിംഗ് ആണ്. മലയാളിയുടെ ടൈമിങ്
ഹൈലി ഡേഞ്ചറാണ്. നമ്മളുടെ ഈ ഒരു ടോപ്പിക് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇതിനൊരു നെവർ എൻഡിങ് ടോപ്പിക്കാണ്. ഒരുപാട് എല്ലാവർക്കും ഓരോന്നും പറയാനുണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ കേട്ടത് ഇവരെല്ലാവരും മനസ്സ് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിദ്യാർത്ഥി അത് സക്സസ്ഫുൾ ആയിട്ട് ആ കുട്ടി വരണം എന്നുണ്ടെങ്കിൽ അതൊരു ടീച്ചറിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഒരു പാരൻറ്റിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, സൊസൈറ്റിയുടെ മാത്രമല്ല, എല്ലാവരും ഒരുപോലെ നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വ്യക്തിനെ, നല്ലൊരു കുട്ടീനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. ഇവർ പറഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, നമ്മൾ എന്താ പറയുക, അതൊക്കെ മാനിക്കുന്നു. അത് കേട്ട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. Thank you all. Thank you for your time. Thank you so much.